ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ലൈഫ് ഓഫ് സർവീസ് എന്ന പേരിൽ വാർദ്ധക്യത്തിൽ കഴിയുന്നതായ ആരും നോക്കാനില്ലാതെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ കഴിയുന്നതായ ആളുകളെ സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു മരണത്തോളം അവർക്ക് വേണ്ട ഭക്ഷണവും മരുന്നും ചികിത്സകളൊക്കെ നൽകുന്ന ഒരു ശുശ്രൂഷ കേന്ദ്രം കൂടി ഈ കിടത്തുന്ന ആളുകളിൽ അവിടെ പ്രവർത്തനം ആരംഭിക്കാൻ തക്കവണ്ണം കേന്ദ്രന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4:30-5 മണി വരെയുള്ളതായ സമയങ്ങളിൽ അതിൻ്റെ ശുശ്രൂഷയും അത് സംബന്ധിക്കാൻ തക്കവണ്ണം ഏകദേശം 3000-ന്റെ അടുത്തുള്ള ആളുകൾ അവിടെ ആ ദേവാലയത്തിലേക്ക് എല്ലാ ആഴ്ചകളിലും കടന്നിറങ്ങുവാൻ എത്തിയിരുന്നുണ്ട്. അതുപോലെ ഏതൊരു മേഖലകളിലും അഭിപിതാവിൻ്റെ ആ സാന്നിധ്യം ആ സമൂഹത്തിന് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിന്നും ആ വലിയൊരു അനുഗ്രഹമാണ് ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് ആ ദൈവിക നന്മകളിലേക്ക് ചേർന്ന് നിൽക്കാൻ തക്കവണ്ണം നമുക്ക് ഇടയായി തീരാൻ അഭിപിതാവിനെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി യാത്രകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശാരീരികമായ ഒത്തിരി ഭാരങ്ങളും അസ്വസ്ഥതകളൊക്കെ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ 2 ദിവസത്തെ ശുശ്രൂഷകളൊക്കെ അത് വലിയൊരു അനുഗ്രഹമായി മാറണമെങ്കിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനകളും ചേർന്നിരിക്കാൻ തക്കവണ്ണം സാധിക്കണം. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയുടെ അനുഭവത്തിന് ആയിരിക്കാൻ തക്കവണ്ണം പ്രത്യേകത ഓർമ്മിപ്പിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടെ എനിക്ക് തോന്നുന്നു യൂറോപ്പിലേക്ക് ആദ്യമായിട്ടാണ് പിതാവ് കടന്നു വരുന്നത്. ഈ ദിവസം മഞ്ഞെല്ലാം കണ്ടപ്പോൾ പിതാവിൻ്റെ ആ ഫേസിലെ എക്സ്പ്രഷൻ ഒരു ദുഷ്കളമായ ഒത്തിരി ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ആദ്യമായി മഞ്ഞിനെ കുറിച്ചൊക്കെ ബൈബിളിൽ വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ ആ സന്തോഷം ഞങ്ങൾക്ക് ഒത്തിരി ആ ഒരു സന്തോഷം ഞങ്ങൾക്കും ആ ഒരു ഫോട്ടോയോട് തന്നെ ഫീൽ ചെയ്യാൻ വേണ്ടി എത്തുന്നിട്ടുണ്ട്. നമുക്കും ആ ഒരു സ്നേഹം നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഒത്തിരി സ്നേഹത്തോടുകൂടി തന്നെ വിയന്ന ഇടവകയിലേക്ക് നമ്മുടെ കൂടെ ആയിരിക്കുന്നതായ ഈ സമൂഹത്തിന്റെ കൂടെ ഇവിടെ ഈ ഇടവകയിലെ ആളുകൾ മാത്രമല്ല, മറിച്ച് ഈ സമൂഹത്തിന്റെ മറ്റ് എല്ലാ ദേവാലയങ്ങളുമായ ആളുകളെല്ലാം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഈ സമൂഹത്തിന്റെ ഒരു അനുഗ്രഹമായിട്ടാണ് പിതാവ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഒത്തിരി സ്നേഹത്തോടെ ഇടവകയിലേക്ക് ഇപ്പോൾ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ അത്രയും ബഹുമാനപ്പെട്ട കുര്യാക്കോസച്ചൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. കാരണം നമ്മുടെ കുടുംബത്തിന്റെ ഭാഗം തന്നെയാണ്. എല്ലാ വർഷങ്ങളിലും ഏത് ശുശ്രൂഷകളിലും ഇവിടെ നടത്തുമ്പോഴും വൈദികൻ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ഒത്തിരി സ്നേഹത്തോടുകൂടെ തന്നെ ബഹുമാനപ്പെട്ട കുര്യാക്കോസച്ചനെ സ്നേഹത്തോടെ ഈ അതോടൊപ്പം തന്നെ കടന്നിരിക്കുന്നതായ ഈ ഇടവകയിലെ ഓരോ അംഗങ്ങൾക്കും അതോടൊപ്പം തന്നെ കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതുപോലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് കടന്നിരിക്കുന്നതായ ഓരോ കുടുംബങ്ങളെയും വ്യക്തികളെയും ഒത്തിരി സ്നേഹത്തോടെ മലങ്കര കാത്തലിക് കമ്മ്യൂണിറ്റിയിൽ കടന്നിരിക്കുന്നതായ ഓരോ അംഗങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ അഭിനന്ദിതാവുകൊണ്ട് ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന സ്നേഹത്തോടെ ഒരു പാട്ടോടൊപ്പം ചേർന്നതാണ് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ കൃപകൾക്ക് വേണ്ടി പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കും. Baby
പിതാവിനാൽ വരം ലഭിച്ചിട്ടല്ലാതെ ആരും എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. പിതാവായ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊണ്ട് ആത്മാവ് നൽകുന്ന പ്രേരണയാണ് നാം പോലും അറിയാതെ നാം യേശുവിൻ്റെ അടുക്കിലേക്ക് അടുക്കുവാൻ കാരണം. അതിൻ്റെ പിന്നിൽ ക്രിസ്തുവിലൂടെയുള്ള ഒരു രക്ഷ സാധ്യമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സഭയിലൂടെ, കൂദാശകളിലൂടെ, ആരാധനയിലൂടെ, സുവിശേഷത്തിലൂടെയൊക്കെ യേശുവിനോട് അടുക്കുക, കൂടുതൽ കൂടുതൽ അടുത്തിയെന്ന് അവൻ ആരാണെന്ന് അറിയുക, അവനെ അനുഭവിക്കുക. മോശ അടുത്ത് ചെല്ലാൻ ആഗ്രഹിച്ചതുപോലെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു തീ, ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു അഗ്നി കത്തിപ്പെടുന്നത് കണ്ടപ്പോൾ മോശയ്ക്കൊത്തിരി ആഗ്രഹം തോന്നി. സാധാരണ കത്തുന്ന എല്ലാ തീക്കും പിന്നിൽ ഭൂമിയിലെ ഏതെങ്കിലും ഒരു വിറക്, ഏതെങ്കിലും ഒരു ഇന്ധനം കത്താറുണ്ട്. എന്നാൽ ഈ തീ കത്തുന്നത് കണ്ടപ്പോൾ അതിൻ്റെ പിന്നിൽ ഇന്ധനങ്ങളൊന്നുമില്ല, മുൾപ്പടർപ്പ് അതേപോലെ തന്നെ നിൽക്കുന്നു, തീ കത്തുകയും ചെയ്യും. അതവന് വലിയ അത്ഭുതമായിട്ട് തോന്നി. അതുകൊണ്ട് അവനത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് അതിൻ്റെ അടുക്കിലേക്ക് ചെന്നു. ദൈവം വിളിച്ചു പറഞ്ഞു, മോശ, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, ആയതുകൊണ്ട് നിന്റെ കാലിലെ ചെരുപ്പുകൾ നീ അഴിച്ചു നീക്കുക. അവൻ ആ തീയുടെ അടുക്കിലേക്ക് ചെന്നു. ആ തീ അവൻ്റെ മേൽ കത്തിപ്പടർന്നു, അവൻ്റെ അഗ്നിക്കോളമായി മാറി. ആ സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയാണ് ഇന്നും സഭയിലൂടെ ഒഴുകുന്ന പൗരോഹിത്യത്തിൻ്റെ ശക്തി, കൂദാശകളുടെ ശക്തി. അതാണ് ഇന്ന് നമ്മളിൽ പരിപൂർണമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവിക സ്നേഹത്തിൻ്റെ അഗ്നി. ആ അഗ്നിജ്വാലയിലേക്കാണ് ഞാൻ നിങ്ങൾ അടുത്ത് വന്നിരിക്കുന്നത്. ആ അഗ്നി നമ്മളിലേക്കും, സ്നേഹത്തിൻ്റെ അഗ്നിജ്വാല നമ്മളിലേക്കും കത്തിപ്പെടണം. അതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആയതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ പിന്നിൽ നാം പോലും അറിയാതെ കത്തുന്ന ഒരു സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലയുണ്ട്. നാം കടന്നു പോകുന്ന വഴികളും അതുപോലെ നാം കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളും ഒക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നാടിന് നൽകാൻ കഴിയാതെ പോയ സൗഭാഗ്യങ്ങൾ തേടി യൂറോപ്യൻ രാജ്യങ്ങളിൽ വന്ന് കുടിയേറി പാർക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ ഉള്ളം കൈയിൽ പരിപാലിച്ച ആ സ്നേഹത്തിൻ്റെ ഒത്തിരി കഥ നമുക്ക് പറയാനുണ്ട്. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കാണിച്ച ആദരമായ സ്നേഹത്തിൻ്റെ അടയാളമായി ഇന്നത്തെ ഈ കൂട്ടായ്മ ഞങ്ങൾ കാണുന്നു. ഇനി കടന്നു വരുന്ന മണിക്കൂറുകളിൽ അങ്ങ് തന്നെ ഇവരോട് സംസാരിക്കണമേ. അങ്ങയുടെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനത്തിൻ്റെ സ്നേഹ ചൈതന്യം ഇവരിലേക്ക് പകരുവാൻ എൻ്റെ ആത്മാവിനെ അങ്ങ് ബലപ്പെടുത്തണമേ. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഉരുവായ നിമിഷം മുതൽ ഈ നിമിഷം വരെയും എന്നിൽ നിന്ന് വന്നുപോയിട്ടുള്ള ഓരോ ബലഹീനതകൾക്കും പാപങ്ങൾക്കും കുറവുകൾക്കും ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നതോടൊപ്പം കർത്താവെ, അങ്ങ് സ്നേഹിക്കുന്ന ഈ ജനത്തെ അനുഗ്രഹിക്കാൻ അങ്ങ് ഇറങ്ങി വരുമ്പോൾ ബലഹീനായ എന്നെയും അങ്ങ് ഓർക്കണമേ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഈ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും ഈ ഇടവകയെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ അധികാരികളെയും ഈ രാജ്യത്തിൻ്റെ എല്ലാ നന്മകളെയും ഓർത്ത് സ്തുതിക്കുന്നു. ഇവർ അഭിഷേകം ചെയ്യപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറെ ബഹുമാനപ്പെട്ട ജോഷിയച്ചൻ, ബഹുമാനപ്പെട്ട ബിനു അച്ഛൻ, അതുപോലെ ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹം, ആദ്യമായിട്ടാണ് യൂറോപ്യൻ മേഖലയിൽ UK-യിലും അയർലൻഡിലുമൊക്കെ വന്ന് പല പ്രാവശ്യം കടന്നു പോയിട്ടുണ്ടെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിൽ ആദ്യമായിട്ടാണ് ഞാൻ കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എനിക്ക് നല്ല പരിചയമില്ല. എന്നെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളൊരു ഫോട്ടോയിലൊക്കെ കണ്ട് പരിചയം കാണും.
അപ്പോൾ എന്തായാലും നിങ്ങളെ ഒന്ന് നേരിട്ട് കാണുവാനും നിങ്ങളെ പരിചയപ്പെടുവാനും നിങ്ങളോട് ദൈവവചനം പങ്കുവെക്കുവാനും ദൈവം നൽകിയ വലിയ കൃപയോർത്ത് ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്. സ്വന്തം നാടിന് നൽകാൻ കഴിയാതെ പോയ സൗഭാഗ്യങ്ങൾ തേടിയാണ് നിങ്ങൾ ഓരോരുത്തരിലൂടെ കുടിയേറി പാർക്കുന്നത്. ദൈവം നിങ്ങൾക്ക് നൽകിയ ഒത്തിരി അനുഭവങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളെ പരിപാലിച്ച വഴികൾ അതൊന്നും മറക്കാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. നീ കടന്നു പോകുന്ന വഴികളൊന്നും നീ മറക്കാതിരിക്കാൻ നിനക്ക് അടയാളമായിട്ട് ഇതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ദൈവം മോശയോട് സംസാരിക്കുന്ന ഭാഗമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സ്നേഹത്തിന്റെ അടയാളം ഈ ബലിപീഠവും അതുപോലെ ഈ ദേവാലയവുമാണ്. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ UK-യിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ധ്യാനത്തിന് ഒരു സമയത്തും അനുകൂലമായ ഒരു സാഹചര്യവും സാധാരണയായിട്ട് ഉണ്ടാകാറില്ല. ഒന്ന്, ഞാൻ ഒറ്റയ്ക്കാണ് പലപ്പോഴും പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പാട്ട് പാടാനായിട്ട് ആരെങ്കിലും സാധാരണയായിട്ട് കിട്ടും. ആ പാട്ട് ഞാനുമായിട്ട് സാധാരണ യോജിക്കാറില്ല. എനിക്ക് മനസ്സുകൊണ്ട് നമുക്ക് യോജിക്കുകയില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, മിക്കവാറും ഏതെങ്കിലും ഒരു ഹോളോ അതല്ലെങ്കിൽ ഒട്ടും സുഖകരമല്ലാത്തൊരു അന്തരീക്ഷമായിരിക്കും. തൊട്ട് തലേ ദിവസം ഏതെങ്കിലും ബാർ നടത്തിയ അല്ലെങ്കിൽ ടീ പാർട്ടി നടത്തിയ ഒരു ഹോളായിരിക്കും നമ്മൾ വൃത്തിയാക്കി ധ്യാനത്തിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഒട്ടും അനുകൂലമായ ഒരു സാഹചര്യമല്ല സാധാരണയായിട്ട് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ ഈ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായിരിക്കും. നല്ല പാട്ട്, നമ്മൾ ആദ്യത്തെ പാട്ട് തന്നെ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം. ധ്യാനത്തിന് പറ്റിയ ഗാനങ്ങളൊക്കെ പാടുവാനായിട്ട് സഹോദരൻ്റെ പേരിലേക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ആദ്യം കാണുന്നത്. സിറിയക്ക്. ഓക്കെ, സിറിയക്കിൻ്റെ ഗാനം നല്ല അഭിഷേകത്തോടുകൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഈ പള്ളിയുടെ അന്തരീക്ഷം തന്നെ ഒരു ധ്യാനത്തിന് പറ്റിയ നല്ല ഒരു അന്തരീക്ഷമാണ്, നല്ലൊരു ദേവാലയം. അതുപോലെ ഇവിടെയുള്ള 2 അച്ഛന്മാരും നല്ല അച്ഛന്മാരാണ്. പിന്നെ ഈ മോശം എന്ന് പറയാൻ ഞാനും ഉണ്ട്, നിങ്ങളും മാത്രം. അതുകൊണ്ട് ഈ ധ്യാനത്തിലൂടെ തിരുവചനങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ തിരുവചനങ്ങൾ കേട്ട് കുറച്ച് മെച്ചപ്പെടാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും. ഞാൻ ഈ ധ്യാന ശുശ്രൂഷകളെല്ലാം ആരംഭിക്കാൻ പ്രധാനപ്പെട്ട കാരണം ഈ ധ്യാനം നടത്തുന്ന സമയങ്ങളും പ്രസംഗിക്കുന്ന സമയവും കാര്യമായ മറ്റു പാപങ്ങളൊന്നും ചെയ്യാതെ നമുക്ക് നന്നാകാൻ കിട്ടുന്നൊരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രസംഗങ്ങളെല്ലാം തന്നെ എന്നോടുള്ള ഒരു സുവിശേഷ പ്രസംഗമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും പ്രസംഗിക്കുമ്പോൾ എനിക്ക് ചില ഉപദേശങ്ങൾ ഞാൻ നൽകും, അത് ആളുകൾ കേൾക്കും. അപ്പോൾ അവർക്കത് പ്രയോജനപ്പെടുമെങ്കിൽ അവരെടുക്കുക. അപ്പം ഞാൻ അധികം സമയം കളയുന്നില്ല. നമുക്ക് ഒരു ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. നമുക്കറിയാം, സുവിശേഷം എല്ലാവർക്കും വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. സുവിശേഷമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ സത്യത്തിലെ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നു. വിശ്വാസം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഭൂമിയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസം തകർച്ചയാണ്. എന്താണ് ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് അത്രയും പേരില്ല, ഞാൻ ഇച്ചിരി കാര്യമായിട്ട് പറഞ്ഞു. വിശ്വാസം തകർച്ചയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ തകർച്ച. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ജീവിതത്തിലെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതം വളരെ അസ്വസ്ഥമായി. അത് ദൈവത്തിലുള്ള വിശ്വാസം മാത്രമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായി ജീവിക്കും. നമുക്കൊരു വിശ്വാസമുണ്ട്, നമ്മുടെ ഭാര്യയും ഭർത്താവിനും വിശ്വാസമുണ്ട്, ഭർത്താവിന് ഭാര്യയും ഒരു വിശ്വാസമുണ്ട്. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവിത പങ്കാളിക്ക് തൻ്റെ ഭാര്യയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. വിശ്വാസത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയും. ഒരു ഭാര്യയെ രാവിലെ എഴുന്നേറ്റ് ഭർത്താവ് നോക്കുമ്പോൾ ഭാര്യയിലുള്ള വിശ്വാസം ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അത്യാവശ്യം ചെയ്യാവുന്ന കാര്യം ഭാര്യയെ അടുത്ത ഫ്ലൈറ്റിന് നാട്ടിൽ കയറ്റി വിടാമെന്ന് വിചാരിച്ചാൽ ഇവിടെ സിറ്റിസൺ ആയിപ്പോ പറ്റില്ല. അതുകൊണ്ട് തീരുവും ഇല്ല. ആ വിശ്വാസം നഷ്ടപ്പെട്ട വ്യക്തി തന്റെ കുഞ്ഞുങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇന്നലെ വരെ സ്വന്തം രക്തത്തിൻ്റെതാണെന്ന് ചിന്തിച്ച് നെഞ്ചോട് ചേർത്ത് പിടിച്ച കുഞ്ഞിനെ പിന്നീട് ആ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കാനാവില്ല. അതാണ് വിശ്വാസ തകർച്ചയുടെ രണ്ടാമത്തെ പ്രത്യേകത.
രണ്ടുപേരും ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുകയാണ്. ഞാനും ഈ അച്ഛനും ഒന്നിച്ച് ശുശ്രൂഷ ചെയ്യുകയാണ്. ഈ അച്ഛനെ ഞാൻ ഒരു ദേവാലയത്തിലേക്ക് അയക്കുന്നു. എനിക്ക് ഈ അച്ഛനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് എന്ത് ടെൻഷനായി? ഞാൻ ഈ അച്ഛനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. ആ അച്ഛൻ എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മളൊരു ദേവാലയത്തിൽ കയറി വരുന്നു. ഒരു ശുശ്രൂഷകൻ തലേ ദിവസം കുഴച്ചു വെച്ച് അടിച്ചു കാച്ചെടുക്കുന്ന ഒരു അപ്പം, ആ അപ്പം ഒരു പുരോഹിതൻ 1 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇതാ 2 തിരിയും കത്തിച്ച് പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നിട്ട് പറയാണ്, ഇത് യേശുവിന്റെ ശരീരമാണ്. നമ്മള് ഇങ്ങനെ ചിന്തിക്കുക, ഈ കപ്പ്യാരുണ്ടാക്കിയ ഗോതമ്പപ്പം യേശുവിന്റെ ശരീരമാണെന്നൊക്കെ പറഞ്ഞ എന്നാ ചെയ്യാൻ? നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ തീർന്നില്ലേ? അതെ, ഞാൻ പറഞ്ഞ വിശ്വാസം തകർച്ചയാണ് ലോകത്തിൽ ഏറ്റവും വലിയ തകർച്ച. ഞാനിപ്പോ ഇവിടെ കയറി വന്നു. സത്യത്തിൽ എന്നെ കണ്ടാൽ നിങ്ങളെക്കാളും പ്രായം തോന്നുമെങ്കിലും എനിക്ക് പ്രായക്കുറവാണ്. നിങ്ങൾ എന്നോട് കാണിച്ച ബഹുമാനമൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു വൃദ്ധനായ മനുഷ്യൻ കയറി വന്നപ്പോൾ അത്രയും ബഹുമാനം നിങ്ങളോട് എന്നോട് കാണിച്ചു. ഈ പുള്ളി തിരിച്ചു പോകുന്നതിന് മുമ്പ് തട്ടിപ്പോകും എന്നൊക്കെയുള്ള ചിന്തയിലാണ്. വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടിയാണ്. ചിലരുടെയൊക്കെ മുഖത്ത് തന്നെ വിഷമം പ്രായമായ മനുഷ്യൻ. അപ്പോ അല്ല, സത്യത്തിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങളെന്നെ രാവിലെ ഈ തണുപ്പത്ത് ഇവിടെ വന്നു ലൈനായി നിന്ന് നിങ്ങൾ 2 സൈഡിലും തിരിയൊക്കെ തന്ന് എന്നെ വളരെ ആദരവോടുകൂടി സ്വീകരിച്ചു. ഒരു 48 വയസ്സ് ഉള്ള എന്നെ ഈ 55 ഒക്കെ നിങ്ങളെ കണ്ടാൽ തോന്നുന്നില്ലെങ്കിൽ എനിക്കറിയാം പ്രായമൊക്കെ ഉണ്ട്. കാരണം അപ്പൊ എന്തായാലും നിങ്ങൾ ആദരവോടെ എന്നെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടിരുത്തി. നിങ്ങൾ എൻ്റെ ശ്രീഭാമത്തൊന്ന് എന്നെ ബഹുമാനിക്കുന്നു, ഒരു പിതാവായി അംഗീകരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായി. ഇത് തകർന്നാലോ? അത് തകർന്നു പോയാൽ പ്രിയമുള്ളവരുടെ അവസ്ഥ എന്താ? പ്രിയമുള്ളവർ, പിന്നെ ഞാനും നിങ്ങളും തമ്മിലൊരു ബന്ധമില്ല. പിന്നെയുള്ള ബന്ധം ഒരു സാധാരണ ബന്ധം മാത്രം. അതുപോലെ ഓരോ മേഖലകളും എടുത്ത് പരിശോധിച്ച് നോക്കി. നിങ്ങൾ ഒരു ദേവാലയത്തിൽ കൊണ്ട് നിർത്തി, എവിടുന്നോ വന്നൊരു ചെറുക്കൻ, എവിടുന്നോ വന്നൊരു പെണ്ണ്, പല പശ്ചാത്തലത്തിൽ ജീവിച്ചു, ഒന്നിച്ച് നിർത്തി, വിവാഹം വന്ന കൂദാശ നടത്തി. പിറ്റേ ദിവസം മുതൽ ആരും ചോദിച്ചില്ല നിങ്ങളെന്താണ്, ഒന്നിച്ച് യാത്ര ചെയ്യും, നിങ്ങളെന്താ ഒരു മുറിയിലേക്ക് കയറിപ്പോകും, ആരും ചോദിച്ചില്ല. കാരണം എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചു. ഈ കൂദാശയ്ക്ക് ശേഷം അവർ ഒരു ഭാര്യയും ഒരു ഭർത്താവുമാണ് അംഗീകരിച്ച്. ആ കൂദാശയിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇതാ നമ്മുടെ ആ ബന്ധത്തെക്കുറിച്ചും ഉള്ള മേഖലകളും തകർച്ചയായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മൾ ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കയറി പോരുന്നു. നമുക്കറിയാം, എയർ ഇന്ത്യ ഫ്ലൈറ്റിലൊക്കെ വരുന്ന ആളുകൾ ചിലപ്പോൾ കാണും. ഞാൻ ആ ഫ്ലൈറ്റിൽ കയറാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ കോഴിക്കോട്ട് നിന്ന് ഒരു ദിവസം സിംഗപ്പൂരിൽ, കോഴിക്കോട്ട് നിന്ന് കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർക്ക് പോകണം. പ്രിയമുള്ളവരെ, കോഴിക്കോട് എത്തി ഏകദേശം 3 മണിയായപ്പോൾ കോഴിക്കോട് വന്നാണ്. നേരത്തെ ചുരം ഇറങ്ങി പോകുന്നു, കാരണം ബ്ലോക്ക് ആകുന്നത്. 6 മണിക്കാണ് ഫ്ലൈറ്റ്. എന്തായാലും കുറച്ചു നേരം പുറത്തുകൂടെയൊക്കെ നടന്ന ശേഷം കൃത്യസമയത്ത് 6 മണിക്ക് ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ചെന്നപ്പോൾ അവർ ചോദിച്ചു, പിതാവ് എങ്ങോട്ടാണ്? ഞാൻ പറഞ്ഞ് കൊച്ചിയിൽ പോകണം, കൊച്ചിയിൽ നിന്ന് എനിക്ക് വൈകിട്ട് സിംഗപ്പൂർ പോകണം. അദ്ദേഹം എന്നോട് അവിടെ ആ കൗണ്ടറിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് സൈഡിലേക്ക് മാറ്റി നിർത്തി. എന്ന് ചോദിച്ചു, പിതാവിന് കാറിൽ പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ? അന്നേരം പറഞ്ഞല്ല, സിംഗപ്പൂർക്കൊക്കെ പോകേണ്ടതല്ലേ, പ്രോഗ്രാമൊക്കെ ഉള്ളതല്ലേ, അപ്പൊ അതുമല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകേണ്ട പിതാവിന് ഓർത്ത് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് ആ എയർ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥൻ തന്നെ എന്നോട് പറഞ്ഞു, ഈ 6 മണിക്ക് എന്തായാലും ഈ ഫ്ലൈറ്റ് ഈ പറഞ്ഞ സമയത്ത് എന്തായാലും ഇത് പോകത്തില്ല. അപ്പൊ ഞാൻ എപ്പം പോകും? 8 മണിക്ക് പോയാൽ 8:35 ആകുമ്പോൾ അവിടെ. അപ്പൊ ഞാൻ ചോദിച്ചു, 8 മണിക്ക് പോകുമോ? അത് ഉറപ്പില്ല. അവസാനം പ്രിയമുള്ളവർ, ഞാനുള്ളത് കാറിൽ വളരെ വേഗത്തില് കൊച്ചിയിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കട്ടർ ചാടി എൻ്റെ നടുവിൻ്റെ ഡിസ്ക് തകരാറിലായി. ഞാൻ കൊച്ചിയിൽ എത്തിയപ്പോഴാണ് അറിയുന്നത് എയർ ഇന്ത്യ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിരുന്നു, അത് പോകുന്നില്ല. എന്തായാലും സിംഗപ്പൂരിൽ എന്നും പിന്നെ എഴുന്നേറ്റില്ല. 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞ് 4ാമത്തെ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല. പിന്നെ ഏകദേശം 42 ദിവസം എഴുന്നേക്കാൻ മേലാതെ കട്ടിലേ തന്നെ കിടക്കേണ്ടി വന്നു. അപ്പോ എനിക്കിനി എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ വിശ്വസിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ നമ്മളൊരു ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് പോരുമ്പോ ഈ സാധനം ഈ വിയന്നായി വന്ന് ഇറങ്ങുമെന്ന വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നമ്മളത് കയറുന്നത്. അപ്പോ വിശ്വാസ മേഖല തകർന്നാൽ
മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ തകരുമെന്നാണ് സത്യം. അതുപോലെ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടാലും ദൈവവുമായിട്ടുള്ള ബന്ധം തകർന്നാലും ഇതുപോലൊക്കെ തന്നെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും വലിയ കാര്യം വിശ്വാസമാണ്. ആ വിശ്വാസം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം കേട്ട് അത് വിശ്വസിക്കാൻ സാധിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ. പലപ്പോഴും അത് പലർക്കും സാധിക്കാതില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊക്കെ 2000 വർഷമായിട്ട് കേട്ട് നമുക്ക് ഇപ്പൊ കേട്ടാലും വലിയ അനക്കമൊന്നും ഇല്ലാത്ത അവസ്ഥ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് സദ്വചനങ്ങൾ കിട്ടും. നമുക്ക് ക്രിസ്മസിന്റെ കാലമായതുകൊണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ സന്ദേശം ഞാൻ രാവിലെ തന്നെ തരാം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 തൊട്ടുള്ള വചനം നമുക്ക് ആരും വായിക്കുകയാണെങ്കിൽ നല്ലത്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 8 തൊട്ടുള്ള വാക്യം. ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തി കർത്താവിൻ്റെ മഹത്വം അവരുടെ മേൽ പ്രകാശിച്ചു. അവർ വളരെ ഭയപ്പെട്ടു. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കും. ക്രിസ്മസ് എന്നൊക്കെ പറയുന്ന സന്ദേശമാണ് സദ്വാർത്ത, സുവിശേഷം അറിയിക്കൽ. ഇവിടെ നമ്മൾ കാണുകയാണ് ആർക്കാണ്? സ്വർഗത്തിൽ നിന്നൊരു തീരുമാനമുണ്ടായി. എന്താണ്? ഇതാ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ ഭൂമിയിൽ ജനിക്കാൻ പോകും. ആർക്കാണ്? സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്തയാണ്. എന്താണ് സദ്വാർത്ത? നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ആര് ജനിക്കാൻ പോകുന്നു? നിങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ജനിക്കാൻ പോകുന്നു. അങ്ങനെ ഒരു വാർത്ത ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് ഒരാൾ ഇറങ്ങി വരികയാണെങ്കിൽ അങ്ങനെ ഒരു വാർത്ത അറിയിക്കാൻ പറ്റിയ സ്ഥലം ഏതാണ്? ഇപ്പൊ നമുക്കൊരു വാർത്ത ലോകം മുഴുവൻ അറിയിക്കണം. എവിടെ അറിയിക്കേണ്ടത്? ഒന്നുകിൽ ഫേസ്ബുക്ക്, അല്ലെ വാട്സപ്പ്, അതല്ലെങ്കിൽ കുറച്ചുകൂടെ ആധികാരികമായിട്ട് അറിയിക്കണം BBC. ഇതുപോലെയുള്ള ഏതെങ്കിലും ആധികാരിക സ്ഥലത്ത് അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം മനുഷ്യനായി ഒരു രക്ഷകനായിട്ട് ഈ ഭൂമിയിൽ വരാൻ പോകുന്നെന്ന് പറഞ്ഞാൽ മിനിമം ആ വാർത്ത, ഈ സ്വർഗത്തിലെ ഈ രഹസ്യം അല്ലെങ്കിൽ എടുത്ത ഡിസിഷൻ ഭൂമിയിൽ അറിയിക്കുകയാണെങ്കിൽ മാക്സിമം അത് അറിയിക്കുകയാണെങ്കിൽ ആരെ അറിയിക്കണം? ആ കാലഘട്ടത്തിൽ അവിടുത്തെ രാജാവിനെ, അങ്ങനെ ഏതെങ്കിലും നല്ല കൊള്ളാവുന്ന മനുഷ്യരെ വേണം അറിയിക്കാൻ. ഇവിടെ സദ്വാർത്ത അറിയിക്കാൻ മാലാഖ തിരഞ്ഞെടുത്ത ആളാരാണ്? ആട്ടിടയൻ. ഈ ആട്ടിടയന്മാരുടെ പ്രത്യേകത എന്താ? വീടും കൂടുമില്ല. അതുകൊണ്ട് ഉള്ള ആടിനെ 10, 250 അല്ലെ 500 ആടിനെ കിട്ടി. ഈ ആടിനായിട്ട് ഇവർ ഒരു വഴിക്ക് പോകുക. ഇവരെന്നാ വീട്ടിൽ തിരിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല. ഇവർ ആടിനായിട്ട് ഇങ്ങനെ പോയി തീറ്റിച്ച് എന്നെങ്കിലും തിരിച്ച് വീട്ടിൽ ഉണ്ടെങ്കിൽ ചെല്ലും. ഇല്ലെങ്കിൽ ഇവരിങ്ങനെ കൂടാരം കെട്ടി ഇങ്ങനെ നൊമാഡ്സ് ആയിട്ട്, നാടോടികളായിട്ട് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ ആട്ടിടയന്മാർ. ആ ആട്ടിടയന്മാരടുത്ത് ചെന്നാണിത് പറഞ്ഞത്. ഇനി എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, സദ്വാർത്തയൊക്കെ പറയുമ്പോൾ സത്യത്തില് മാലാഖ ഒരു നല്ല കുഴലൊക്കെ ഊതി, അന്ത്യകാലത്ത് അങ്ങനെയാണെന്ന് പറയും, ഒരു വലിയ ഈ പൈപ്പ് മ്യൂസിക് നടത്തും. കാഹളം മുഴക്കിയിട്ട് എല്ലാ ആളുകളും ശ്രദ്ധിക്കാൻ പറയും. ശ്രദ്ധിച്ചിട്ടാണ് കർത്താവ് രണ്ടാമത് വരുന്നത്. അപ്പൊ എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ കാഹളം മുഴക്കുമെന്ന പറയും. ഇവിടെ പ്രിയമുള്ളവരെ, മാലാഖ സംസാരിക്കാൻ വന്ന സമയം എത്രയാണ്? ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന പോലെ 12:30 സുവിശേഷം പ്രസംഗിക്കാൻ വന്നിട്ട് 12:30 ആയപ്പോൾ ഞാൻ പറയാം നമുക്ക് സുവിശേഷം ആരംഭിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താ? അപ്പൊ പ്രിയമുള്ള ഒരു പാതിരാത്രിക്ക് എല്ലാ മനുഷ്യനും കിടന്നുറങ്ങുന്ന സമയം. ആ സമയത്ത് മാലാഖ വന്നിട്ട് ഉറക്കമില്ലാത്ത 2-3 പേര് അവരോടാണ് ഈ സുവിശേഷം പറയുന്നത്. സത്യത്തിൽ ഇത് പറയേണ്ടത് എപ്പോഴാണ്? ഇത് പറയേണ്ടിയിരുന്നത് നല്ല പകൽ സമയത്ത് എല്ലാവരും ഉണർന്നിരിക്കുകയാണ് പറയാം. എന്തുകൊണ്ടാണ് പറയാനത്? പകൽ എല്ലാവരും ഉറങ്ങിയിരിക്കുക, എല്ലാവരും ഉണർന്നിരിക്കുക. പക്ഷെ എല്ലാവർക്കും ബിസിയാണ്. ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ച് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് അവസരമില്ല. എല്ലാവരും തിരക്കാണ്. ദൈവത്തിന് അവസരമില്ല. അതുകൊണ്ട് അന്നും ഇന്നും ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്താണ്?
അവസരങ്ങളില്ല ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാൻ. അതാ പ്രശ്നം. മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പ്രവർത്തിക്കാൻ അവസരമില്ല. ഞാൻ ഓർക്കാണ്, ഞാൻ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു 8-10 മാസം മുമ്പ് വന്നു ഡൽഹിക്ക്. ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡൽഹി പള്ളിയിൽ വെച്ചൊരു ധ്യാനം ഉണ്ടായിരുന്നു. ധ്യാനം കഴിഞ്ഞ് അവരെനിക്കൊരു ഹോട്ടല് ആണ് അറേഞ്ച് ചെയ്തത്. അപ്പൊ ഞാൻ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഒരു ഹൈന്ദവ കുടുംബം, ഒരു ഭാര്യ ഭർത്താവ് എഞ്ചിനീയർമാരാണ്, ആ നാട്ടുകാരാണ്, ഹൈന്ദവ കുടുംബമാണ്, ഹിന്ദിക്കാരാണ്. അപ്പൊ അവിടെ നമ്മളൊരു ക്രിസ്ത്യൻ പയ്യൻ അവിടെ ഈ ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞ് ഇവർ വല്ലപ്പോഴൊക്കെ പള്ളികളിലൊക്കെ പോയി പ്രാർത്ഥിക്കാറ്. അപ്പൊ അവരാവശ്യമായിട്ട് വന്ന ആവശ്യം ഇതാണ്, ഞങ്ങൾക്ക് കുട്ടികളില്ല. അപ്പൊ ഇവനോട് എപ്പോഴും പറയും ഞാൻ പ്രാർത്ഥിക്കാം, ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകും, ദൈവം തരും, പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് കൊച്ചു കൊച്ചു അനുഭവങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഈ അനുഭവങ്ങളൊക്കെ കേട്ട അടിസ്ഥാനത്തിൽ ഈ കുടുംബം ഹോട്ടലിൽ എന്നെ കാണാൻ വേണ്ടി എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 7-8 വർഷമായി, ഇതുവരെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കാറുണ്ട്, അമ്പലങ്ങളിലൊക്കെ പോയി നേർച്ചയും വഴിപാടൊക്കെ അർപ്പിക്കാറുണ്ട്, എല്ലാം ചെയ്തു. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല, കുട്ടികളുണ്ടായില്ല. അപ്പൊ ഞങ്ങളിനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. അല്ല എന്നാ ചെയ്യുന്നു? അവരും നിങ്ങൾ പ്രാർത്ഥിച്ചു, ഞാനും പ്രാർത്ഥിക്കാം. അവര് ശരി എന്നൊക്കെ പറഞ്ഞു. പോകാൻ നേരത്തെ പ്രിയമുള്ളവരെ, ഞാൻ ഈ സുവിശേഷത്തിലെ കുറച്ച് വചനങ്ങൾ അവർ എഴുതി കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബൈബിൾ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ പോയി ഒരു ബൈബിൾ മേടിക്കണം. എന്നിട്ട് വീട്ടിൽ പോയി യേശുക്രിസ്തുവിന്റെ ജനനം, ആ ഭാഗം, മാലാഖ പറഞ്ഞ കാര്യങ്ങൾ, ഒരു കുഞ്ഞിന് ജനിക്കും എന്നുള്ള ഭാഗങ്ങൾ, ഈ ഭാഗങ്ങൾ വായിക്കണം. പിന്നെ യോഹന്നാൻ സ്നാപകൻ ജനിച്ച ഭാഗം, ആ ഭാഗം ഞാൻ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം നിങ്ങൾ ഈ ഭാഗം വായിക്കണം. ഹന്നായിക്ക് കുട്ടികളുണ്ടായ ഭാഗമുണ്ട്, ആ ഭാഗം നിങ്ങൾ വായിക്കണം. അങ്ങനെ ബൈബിളിനകത്ത് കുഞ്ഞുങ്ങളുണ്ടായ ഭാഗങ്ങളൊക്കെ എഴുതി കൊടുത്ത ശേഷം ഞാൻ പറഞ്ഞ്, നിങ്ങൾ 6 മാസം തുടർച്ചയായിട്ട് എന്ത് ചെയ്യണം? ഈ വേദപുസ്തക ഭാഗം വിശ്വസിച്ച് വായിക്കണം. യാക്കോബക്കാരാണ് വായിക്കാൻ എനിക്കറിയാം, എന്തുവായതുകൊണ്ട് ഉറപ്പായിട്ടും വായിക്കും. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? ആ പേപ്പർ ഇതായിരുന്നു വലിയ കാര്യമാണ്, കുട്ടിയുടെ വീട്ടിൽ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ 6 മാസം ഇത് വായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പ്രിയമുള്ളവരെ, ഞാൻ പിള്ളേരുണ്ടാവുന്നു ഞാൻ പറഞ്ഞു. ഞാൻ എന്തേ പറഞ്ഞോളൂ, ഈ ബൈബിൾ വചനങ്ങൾ നിങ്ങൾ 6 മാസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വായിച്ച് ധ്യാനിക്കണം. 6 മാസത്തിനിടയിൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഡൽഹി പള്ളിയിൽ ചെന്നിരുന്നു. അത് വേറെ ഏതോ സ്ഥലത്തെ പ്രോഗ്രാമാണ്. അപ്പൊ അവരെന്നെ കാണാൻ ശ്രമിച്ചെങ്കിലും കാണാൻ പറ്റിയില്ല. ഞാൻ പെട്ടെന്ന് ചെന്ന ശേഷം പെട്ടെന്ന് തിരിച്ചു. അവര് കാണണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാനും അത്ര കാണാൻ കൂട്ടാക്കിയില്ല. കാരണം രണ്ടാമത് വരുമ്പോൾ അവർക്ക് ഇതാ പറയാനുള്ളത്. അത് എന്റെ വിശ്വാസത്തെ ബാധിക്കുമല്ലോ എന്ന് ഓർത്ത് ഞാൻ അവിടുന്ന് സത്യത്തിൽ മുങ്ങുകയായിരുന്നു. ഇത് തന്നെ നമുക്ക് പറയാനുള്ളൂ. ആകെപ്പാടെ അറിയാവുന്ന 2-3 വാക്യം അത് കൊടുത്തു. ഇനി രണ്ടാമത് വീണ്ടും കൂടെ കൊടുക്കാനായിട്ട് വേറെ വാക്കിയില്ല, ഇനി കണ്ടുപിടിക്കണം. ഇത്രയും വലിയ പുസ്തകമല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇനി കാണണമെന്നില്ല, അതൊക്കെ മതി. പ്രിയമുള്ളവർ, അവരെന്ത് ചെയ്തു? 6 മാസം അവർക്ക് കുട്ടികളുണ്ടായില്ല. ഈ 6-ാം മാസം തീരുന്ന കറക്റ്റ് ഡേറ്റ് ഉണ്ട്. അവർ ആ ഡേറ്റ് കലണ്ടറെ കുറിച്ച് വെച്ചിരിക്കും. 6-ാം മാസം തീരുന്ന ഡേറ്റിൽ അവർ പോയി ചെക്ക് ചെയ്യും. അവർ പുള്ളിക്കാരൻ ഗർഭിണിയാണ്. കണ്ടു? ഞാൻ സത്യത്തിൽ അന്നേരമാണ് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ചുകൂടെ വിശ്വാസം ഉണ്ടായത് അന്നേരമാണ്. ഈ ഹിന്ദുവിന്റെ വിശ്വാസം കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ഒന്നും ഒരു വിശ്വാസേ അല്ല. ഇങ്ങനെ വിശ്വസിക്കേണ്ടത്. ദൈവത്തിന്റെ വാക്ക് നമ്മൾ കൊടുത്തിട്ട് ആ വാക്കിന് ഈ സ്ത്രീ അങ്ങനെ വിശ്വസിച്ചു. 6 മാസം കഴിയുമ്പോൾ എനിക്കും ഉണ്ടാകും കുട്ടി. 6-ാം മാസം ഡേറ്റിൽ പോയി ചെക്ക് ചെയ്ത കുട്ടിയുണ്ട്. ഇതിന് പറയുന്ന പേരെന്താ? വിശ്വാസം. ആരെ വിശ്വസിച്ചത്? ദൈവത്തെ. ദൈവം ഇങ്ങനെ ചെയ്തെങ്കിൽ എനിക്കും ചെയ്യും. അവർ വിശ്വസിച്ച പോലെ കാര്യം. ഒരിക്കലും അബദ്ധം പറ്റും. പ്രിയമുള്ളവരെ, ധ്യാനമൊക്കെ ഞാനിങ്ങനെ നടത്തിപ്പോകും. ഒരു കിട്ടുന്ന സ്ഥലത്ത് ധ്യാനം നടത്തും, പിന്നെ ആ സ്ഥലം പിന്നെ അങ്ങ് മറക്കും, പിന്നെ അടുത്ത സ്ഥലത്തേക്ക്. അവിടെ ചെന്നിട്ട് അവിടെ ഒരു ധ്യാനം നടത്തും, അത് കഴിയുമ്പോൾ അടുത്തെത്തും. ഒരു ഫോളോ ഒന്നും ഞാൻ സാധാരണയായിട്ട് നടത്താറുണ്ട്. പിന്നെ ധ്യാനത്തിന്റെ പ്രമോഷനും നടത്താറുണ്ട്. അപ്പൊ എന്റെ കൂടെ ഒരു അച്ഛൻ വന്നപ്പോഴത്തേനും പുള്ളി ഒരു MBA-കാരനെ പോലെ. അതുകൊണ്ട് പുള്ളി വന്നിട്ട് പറഞ്ഞു, തിരുമി ഇങ്ങനെയൊന്നും ധ്യാനം ഒരു കാര്യമായി, നമ്മളിതൊക്കെ നല്ലോണം പ്രമോട്ട് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഈ ധ്യാനത്തിന് 10-150 പേരൊക്കെ വന്നു കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ 1 മാസം കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ലെറ്റർ അയക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ലെറ്റർ അയക്കണമെങ്കിൽ 5 രൂപ വെച്ചോ. അപ്പോ 250 ലെറ്റർ അയക്കണം. ആശപ്പറിയാം. അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടൊക്കെ നമുക്ക് സ്ഥാപനത്തിന് നല്ല ഇതാണ്. ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. അവർ വീണ്ടും ഒരു 3-4 മാസം കഴിയുമ്പോൾ വന്നൊരു ചെറിയ ഫോളോ അപ്പ് ധ്യാനം കൂടി പോട്ടെ, ഒരു ദിവസത്തെ ധ്യാനം കൂടി പോട്ടെ
അതുകൊണ്ട് നമുക്കൊരു ലെറ്റർ അയക്കാം. അപ്പം ഞാൻ പറഞ്ഞു അയക്കും. ഉടനെ അച്ഛനൊരു ലെറ്റർ എഴുതി എന്നെ കൊണ്ട് കാണിച്ചു. അപ്പോൾ അതിനകത്ത് ഇതാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്തു, അച്ഛൻ എഴുതി. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളെല്ലാം നിലനിർത്തുന്നുവെന്ന് നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹത്തിന് പ്രത്യേകം ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹത്തിന് ആ ഒരു വാക്ക് ഉണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ ഈ കൃപയിൽ നിലനിൽക്കണമെന്നൊക്കെ പറഞ്ഞ് 2-3 സെന്റൻസ് ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അവസരം കിട്ടുമ്പോൾ ദൈവവചനം കേൾക്കാൻ പറയണം. പ്രിയമുള്ള നമ്മുടെ കുറുപ്പുംപടി പള്ളി ഇടവയപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതുപോലെ ലെറ്റർ അയച്ചു. എല്ലാവർക്കും അയച്ചു. ആ കൂട്ടത്തിൽ അവിടെ ചെന്ന ലെറ്റർ. പ്രിയമുള്ളവർ, അവർക്ക് കുട്ടികളില്ല, ഇതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ. അവര് ഈ ലെറ്റർ കിട്ടിയോളൂ ചേട്ടാ തിരുമേനി ലെറ്റർ അയച്ചിരിക്കും. സാധാരണ മെത്രാപ്പോലീത്തമാർ ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ ഒന്നിയില് വ്യക്തിപരമായ ലെറ്റർ ആണെങ്കിൽ സസ്പെൻഷന്റെ ആയിരിക്കും മിക്കവാറും. ആൾക്ക് പേഴ്സണലി ബിഷപ്പിന്റെ ഒരു ലെറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താ ഒന്നീ താക്കീതായിരിക്കും, അല്ലെ സസ്പെൻഷൻ ആയിരിക്കും, അല്ലെങ്കിൽ പള്ളിയിൽ വായിക്കും. അപ്പൊ ഇതാ എന്റെ കയ്യൊപ്പൊക്കെ ഉണ്ട് ഒരു ലെറ്റർ. വായിച്ചു നോക്കിയപ്പോൾ എന്താണ്? നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹം. ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം അത് കിട്ടിയില്ലല്ലോ, മക്കളുണ്ടാകുമ്പോൾ ഉണ്ടായില്ലല്ലോ. ദൈവാനുഗ്രഹം കിട്ടിയതിന് നന്ദി പറയാൻ പറഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? അവർ നേരെ പോയി അപ്പൊ പ്രിയമുള്ളവർ, അവര് നേരെ പോയി ഈ പേപ്പർ കിട്ടിയ ഉടനെ അതിനെ കഴിക്കും. നിങ്ങൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹത്തിന് നന്ദി പറയും. ഉടനെ ചേട്ടാ അങ്ങനെ വല്ല ദൈവാനുഗ്രഹം കിട്ടിയോ? കിട്ടിയത് കൊണ്ടാണോ ഇനി തൂത്തുകൂട്ടിയിൽ എഴുതിയത്? അവർക്കിനി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ എങ്ങാനും തോന്നിയതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചില്ല, നമുക്ക് തോന്നിയില്ല. പ്രിയമുള്ളവരെ, അവരപ്പോൾ പോയി ചെക്കപ്പ് നടത്തിയപ്പോൾ ഏകദേശം 5-6 വർഷമായിട്ട് മക്കളില്ലാത്ത ആള് കണ്ടെത്തിച്ചു. എന്തായത്? വിശ്വാസം. നമുക്കിന്ന് നഷ്ടപ്പെട്ടതും ഇതാ അനേകർക്ക് അനുഗ്രഹമായി മാറിയത് വിശ്വാസമാണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഒന്നുകൂടെ വായിച്ച വചനം, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആരെ അറിയിച്ചത്? ആട്ടിടയന്മാരെ അല്ല ഇത് അറിയിക്കേണ്ടത്, ലോകത്തിലുള്ള മുഴുവൻ ജനതയെ അറിയിക്കും. അതല്ലെങ്കിൽ അധികാരികളെയാണ് അറിയിക്കുന്നത്, പകൽ സമയത്താണ് അറിയിക്കുന്നത്. ഈ മാലാഖയ്ക്ക് അബദ്ധം പറ്റി. അദ്ദേഹം ആ മാലാഖ എന്താ ചെയ്തത്? ഒന്ന് രാത്രി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആരും കേൾക്കുകയില്ല. ഉറക്കളച്ചിരിക്കുന്ന ഉറക്കം ഏറ്റവും കൂടുതലുള്ള സമയമാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ തണുപ്പുകാലം, മഞ്ഞ് പെയ്യുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഞാൻ ഈ മഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയും സന്തോഷമായത് എനിക്ക്. കാരണം എന്താണ്? ഈ മഞ്ഞത്ത് കിടന്നുറങ്ങാൻ എന്ന സുഖം. അപ്പൊ അതുപോലെ ഭയങ്കര ഉറക്കം ഉറങ്ങുന്ന ആളുകളുടെ മധ്യത്തിൽ മാലാഖ വന്നുകൊണ്ട് ചിറകടിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ആര് കേൾക്കാൻ? എത്രയോ രാത്രികളിൽ ദൈവം ഇത് പറഞ്ഞു. പക്ഷെ നമ്മൾ ആരെങ്കിലും കേട്ടോ? ആരും കേൾക്കാറില്ല. പക്ഷെ കേട്ട ഒരാളുണ്ട്. ആരാ? ഈ ആട്ടിടയന്മാർ. അവരുടെ പ്രത്യേകത എന്താണെന്നറിയോ? സുവിശേഷം അവർക്ക് കേൾക്കാൻ സാധിച്ചു. പ്രത്യേകത എന്താണെന്നറിയോ? 1, അവർക്ക് വീടില്ല. 2, പ്രിയമുള്ളവരെ, വീടില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല തണുപ്പിനെ സംരക്ഷിക്കുന്ന നല്ലൊരു പുതപ്പുണ്ടായിരുന്നെങ്കിൽ ആ പുതപ്പിനടിയിൽ എങ്കിലും അവർക്ക് ഉറങ്ങാമായിരുന്നു. നല്ല പുതപ്പില്ല. അപ്പൊ വീടില്ല, പുതപ്പില്ല, പിന്നെ സുരക്ഷിതമായ ഒരു സംവിധാനമില്ല. അതുകൊണ്ട് തണുപ്പ് മാറ്റാൻ വേണ്ടി അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുക? തീ ഉണ്ടാക്കി അത് കായുക. ഉറക്കമില്ല, രാത്രി ഉറക്കമില്ലാതെ ഇരിക്കുക. അപ്പോഴാണ് അവരോട് പറഞ്ഞത്, ഇതാ നിങ്ങൾക്ക് ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. അപ്പൊ അവര് ഇങ്ങനെ ഓർത്തു, ദൈവമേ, കുറെ കാലമായിട്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്, ഒരു വീടില്ലല്ലോ, ഒരു പുതപ്പില്ലല്ലോ. ഇങ്ങനെയൊക്കെ ഓർത്ത് ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴാണ് രക്ഷകൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ രക്ഷകൻ വരുമ്പോൾ എന്നാക്കെ മേടിക്കാം? എന്നാക്കെ ചോദിക്കാം? വീടില്ലാത്തവനെ സംബന്ധിച്ച് രക്ഷകൻ വന്നാൽ എന്താ തരുന്നത്? ഒരു വീടൊന്നും. പുതപ്പില്ലാത്തവന് രക്ഷകൻ തരാൻ പോകുന്നത് എന്താ? രക്ഷകന്റെ കയ്യിൽ, രക്ഷക എനിക്ക് തണുപ്പാണ്, തൊണ്ടയ്ക്ക് പ്രയാസം ഉണ്ടാകുന്നു, ചെസ്റ്റിന് ഇൻഫെക്ഷൻ പെട്ടെന്ന് വരുന്നു, അതുകൊണ്ട് ഒരു പുതപ്പ്. ഉടനെ രക്ഷകന് പുതപ്പ്, രക്ഷകന്റെ വീട്. ഇങ്ങനെ രക്ഷകൻ ഓരോരുത്തരും നമ്മളിങ്ങനെ പോയി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷക IELTS പരീക്ഷ ശരിയാക്കി തരാം. രക്ഷക ജർമ്മന്റെ A+ അല്ലേ, A+ അല്ലേ, B1 പാസ്സാക്കി തരാമോ? അങ്ങനെ രക്ഷകനോട് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും.
ഇവർ മനസ്സിൽ കണ്ട് നമുക്ക് ഈ രക്ഷകനെ എങ്ങനെയെങ്കിലും പോയി കാണണം. ഇങ്ങനൊരു രക്ഷകൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ രക്ഷകൻ കുറെ കാലം ഈ ഭൂമി ജീവിച്ചു. ഒരു മനുഷ്യൻ വീടുകൊണ്ട് വരുന്ന ഒരു വീട് നമുക്ക് തന്നേക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. ഉടുപ്പുള്ളവൻ എന്നാൽ ഒരു ഉടുപ്പ് നമുക്ക് തന്നേക്കാമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആരും നമ്മളെ സഹായിക്കും. അതുകൊണ്ട് രക്ഷകനെ പോയി കണ്ടിട്ട് രക്ഷകനോട് ചോദിച്ചത് മേടിക്കും. അങ്ങനെ അവർ രക്ഷകനെ തേടി യാത്ര ചെയ്യും. അപ്പോഴാണ് അവർക്കൊരു പ്രശ്നം, ഇതെവിടെയാണ് ഉണ്ടാകുന്നത്? ഈ രക്ഷകനെ കണ്ടുപിടിക്കണ്ടേ? നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാ. ഒത്തിരി പരസ്യങ്ങളുണ്ട് ഭരണത്തിൽ, അല്ലേ? ഇവിടെ വാ രക്ഷകൻ, അവിടെ വാ രക്ഷകൻ. ഓരോരുത്തരും പറയുന്നത് രക്ഷയ്ക്കുള്ള മാർഗം ഞങ്ങൾ പറഞ്ഞു തരാം. ഞങ്ങളൊക്കെ മാർഗം പറഞ്ഞു തരത്തേയുള്ളൂ. രക്ഷിക്കാൻ ആരെ കൊണ്ടുപോകും? ഞങ്ങൾ ആരെ കൊണ്ട് രക്ഷിക്കാനാവില്ല പ്രിയമുള്ളവര്. നമ്മളിങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ പോകും. എന്നാ ചെയ്യണ്ടേ? അപ്പൊ ഞാൻ കുറെ വാക്യം എഴുതി ഇത് വായിച്ചു. വേറെ പറയാം, അത് നമ്മൾ 9 വെള്ളിയാഴ്ച അങ്ങോട്ട് പ്രാർത്ഥിക്കും. ചില പറയുന്നു ആഴത്തിൽ നല്ല കുമ്പസാരം എടുക്കും. അങ്ങനെ ഓരോരുത്തരൊക്കെ എല്ലാം അവരവരെ കൊണ്ട് പറ്റുന്നൊക്കെ. പക്ഷെ രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. അപ്പൊ ഈ ആളുകൾ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ രക്ഷയൊക്കെ മേടിച്ചെടുക്കാൻ എന്റെ മാർഗം ഈ രക്ഷകനെ കണ്ടുപിടിക്കട്ടെ. മാലാഖയ്ക്ക് രക്ഷിക്കാൻ പറ്റിയല്ല. മാലാഖ പറഞ്ഞു, സ്വർഗത്തിലുള്ള മാലാഖ രക്ഷകൻ ജനിച്ചിട്ടുണ്ട്, നിങ്ങൾ പോയി കണ്ടുപിടിച്ചോളാം. ഉടനെ ഈ അവർ ചോദിച്ചു, എന്താ അടയാളം? ഞങ്ങൾ പോയി കണ്ടെത്തി ഈ രക്ഷകനെ കണ്ടുപിടിക്കട്ടെ. ഒരു ശിശു ജനിച്ചിരിക്കുന്നത് നിങ്ങൾക്കായി. ഒരു ശിശുവല്ല, ഒരേ സമയം 10,000 ശിശുക്കൾ ജനിച്ചുകൊണ്ടിരിക്കുക. ഈ 10,000 ശിശുക്കളുടെ ഇടയിൽ രക്ഷിക്കാൻ കഴിവുള്ള ശിശുവിനെ എങ്ങനെ കണ്ടെത്തും? വളരെ മാലാഖ പറഞ്ഞു, ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. എന്തായിരുന്നു അടയാളം? യേശുവിനെ കണ്ടെത്താനുള്ള അടയാളം എന്തൊക്കെയാണ്? നിങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടോ എന്ന് അറിയണ്ടേ? നക്ഷത്രമാണ്. എന്തായിരുന്നു ഈ ആട്ടിടയന്മാർ കൊടുത്ത അടയാളം? കണ്ടു, ഇതുവരെ നമ്മൾ അടയാളം പോലും കണ്ടെത്തിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ജർമ്മനിയിൽ നമ്മൾ രക്ഷകനെ കണ്ടെത്തുക? പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഇതാണ് കീറിയ തുണിക്കകത്ത് പൊതിഞ്ഞ് ഒരു കൊച്ച് ഒരിടത്ത് കിടക്കുന്നത് കാണും, പുൽത്തൊട്ടി. ആ കൊച്ചാണ് നിനക്ക് അടയാളം. അവരന്വേഷിച്ചു പോയി. അവരങ്ങനെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരു കൊച്ചിന്റെ കരച്ചിൽ കേട്ടു. കൊച്ചിന്റെ കരച്ചിൽ കേട്ടപ്പോൾ കൊച്ചിന്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്. അവർ അള്ളി പിടിച്ച് 2ാം നിലയുടെ മേളിൽ കയറി ജനലിനിടവഴി അകത്തേക്ക് നോക്കി. അകത്തേക്ക് നോക്കിയിട്ട് പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട് അടയാളങ്ങൾ. നമ്മൾ അങ്ങനെയല്ലേ പോകുന്നത്? അടയാളം നോക്കി പേപ്പർ എഴുതി വെച്ചിട്ട് 1ാമത്തെ അടയാളം കീറിയ തുണിക്കകത്ത് പൊതിഞ്ഞ കൊച്ച്. നോക്കിയപ്പോൾ കീറിയ തുണിയില്ല. അല്ല, 1ാം തരം രോമക്കുപ്പായത്തിനകത്ത് കൊച്ചി ഇങ്ങനെ കിടക്കുകയാണ് കരഞ്ഞോണ്ട്. അപ്പൊ ആ അടയാളം ശരിയായില്ല. പുൽത്തൊട്ടി കൊണ്ട് പുൽത്തൊട്ടിക്കകത്ത് കിടക്കും. നോക്കിയപ്പോൾ പുല്ലല്ല, സ്റ്റീൽ കൊണ്ട് നല്ല ഗോൾഡൻ കളർ. പറഞ്ഞു, ഇതല്ല ശിശു. ഈ അടയാളം ശരിയായിട്ടില്ല, ഇത് രക്ഷകനല്ല. അങ്ങനെ അവര് ഓരോരുത്തരും ഒരടയാളം വെക്കുമ്പോൾ ഒരടയാളം വെക്കുക, ഒരടയാളം വെക്കുമ്പോൾ മറ്റേ അടയാളം വെക്കുക. അങ്ങനെ അവസാനം പ്രിയമുള്ളവരെ അവരുടെ ശിശുവിനെ കണ്ടെത്തി, രക്ഷകനെ. എന്തായിരുന്നു? ഒരു പുൽത്തൊട്ടിക്കകത്ത് കീറത്തൊണിക്കകത്ത് കിടക്കുന്നത്. എന്താ പ്രിയമുള്ളവരെ ആ കുഞ്ഞ് അങ്ങനെ ആയിപ്പോയത്? ഇതാ പ്രസവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സത്രം തേടിയപ്പോൾ സത്രം പോലും അവളെ പുറന്തള്ളി. അതുകൊണ്ട് പുൽക്കൂട്ടിലായിപ്പോയത്. നമ്മളൊക്കെ ഇപ്പൊ ബോധപൂർവ്വം പുൽക്കൂട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇത് അങ്ങനെ ആയതല്ല. ഇത് പുറന്തള്ളപ്പെട്ടിട്ട് പുൽക്കൂട്ടിൽ ചെന്ന് വീണത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒറ്റ കാര്യമുണ്ട്. എന്താണെന്നറിയോ? പുറന്തള്ളപ്പെടാൻ ഇഷ്ടപ്പെടാറില്ല. നമ്മളിൽ ആരെങ്കിലും ഇഷ്ടപ്പെടും? ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതെങ്കിലും സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വേദിയിൽ പുറന്തള്ളപ്പെടുന്നതിന്റെ വേദന വല്ലാത്തൊരു വേദനയാണ്. പണമില്ലാത്തതിന്റെ പേരിലോ, വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിലോ, സൗന്ദര്യമില്ലാത്തതിന്റെ പേരിലോ, കായിക ബലമില്ലാത്തതിന്റെ പേരിലോ, ആരോഗ്യം നഷ്ടപ്പെട്ടതിന്റെ പേരിലോ പിന്തള്ളപ്പെടുന്നത് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ താങ്ങാൻ പറ്റുന്നതിനപ്പുറത്താണ്. ശരിയല്ലേ? നിങ്ങളിപ്പോ ഒരു പള്ളിയിൽ വന്നു, നിരന്തരമായി നിങ്ങൾ ആ പള്ളിയിൽ അവഗണിക്കപ്പെടുകയാണെന്ന് വിചാരിച്ചു, പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകും. ഞാനൊരിക്കലും കുട്ടിയെ കണ്ട് ഞാൻ ചോദിച്ചു, നീ ആ പള്ളിയിൽ പോകാറുണ്ടോ? കേരളത്തിന് ഇന്ത്യക്ക് വെളിയിൽ എവിടെയോ, കേരളത്തിന് വെളിയിലാന്ന് തോന്നുന്നു, കേരളത്തിന് വെളിയിൽ ഏതോ സ്ഥലത്ത്. അന്നേരം അവൾ പറഞ്ഞു, ഞാൻ എൻ്റെ ആ തീക്ഷ്ണത കൊണ്ട് ഞങ്ങളുടെ പള്ളി നമ്മുടെ പള്ളി തപ്പിപ്പിടിച്ച് ഞാൻ അവസാനം മെട്രോയിലൊക്കെ കയറി നമ്മുടെ പള്ളി ചെന്നു. ഞാൻ അവിടെ ചെന്നിട്ട് ഒരൊറ്റ
ഒരൊറ്റ മനുഷ്യൻ ഒന്ന് ചിരിക്കുക പോലും ചെയ്തു. പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങി അവർ കുറെ പേര് കൂട്ടം കൂടി അങ്ങോട്ട് വർത്താനം പറഞ്ഞു, ഇവർ കുറെ പേര് കൂട്ടം കൂടി പറഞ്ഞു. ഞാൻ അവിടെ പോയി നിന്നിട്ട് ഒരു മനുഷ്യൻ എന്നെ പരിഗണിച്ചില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല. അപ്പൊ പിന്നെ ഞാൻ ചോദിച്ചു, പിന്നെ നീ ഇപ്പൊ എവിടെയാ പോകുന്നത്? അങ്ങനെ പറഞ്ഞു, ഞാൻ പിറ്റേ ആഴ്ച എൻ്റെ കൂട്ടുകാർ പിള്ളേരൊക്കെ സത്യത്തില് ഓരോ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നു. ഞാൻ അങ്ങനെ പിറ്റേ ആഴ്ച ആ പിള്ളേരുടെ കൂടെ ആ പ്രാർത്ഥനയ്ക്ക് അവിടെ ചെന്ന് പ്രിയമുള്ളവർ, ആദ്യം തന്നെ അവിടെ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്ന ആള് പറഞ്ഞു, പുതിയതായിട്ട് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് ഉടനെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഉടനെ പറഞ്ഞ് ഈ സമൂഹത്തിലേക്ക് പ്രത്യേക സ്നേഹ സ്വാഗതം അറിയിക്കുക. ഇനി കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ മോളെയും കൂടെ നിങ്ങളുടെ വാഹനത്തിൽ ആരെങ്കിലും ആ വഴിക്ക് പോരുമ്പോൾ ആ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോരുന്ന കാര്യം കൂടെ ശ്രദ്ധിച്ചേക്കണം കേട്ടോ എന്ന് ലീഡ് ചെയ്ത ആള് പറഞ്ഞു. പ്രിയമുള്ള ഒരാൾ പറയായിരുന്നു, കാര്യം എനിക്ക് സഭാവിശ്വാസമൊക്കെ ഉണ്ട്, എല്ലാം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മുടെ പള്ളി ഞാൻ പോകുമല്ലോ കണ്ടോ. എനിക്ക് അന്നേരം മനസ്സിലായത് ഞാൻ അവളെ കുറ്റപ്പെടുത്തിയില്ല, ഞാൻ ഒന്നും വേണ്ടിയില്ല. എനിക്ക് മനസ്സിലായി പുറന്തള്ളപ്പെട്ടതിന്റെ വേദന അവൾ അനുഭവിച്ചിട്ടുണ്ട്. പുറന്തള്ളപ്പെട്ടതിന്റെ വേദന അവൾ അനുഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ പുറന്തള്ളപ്പെട്ടതിന്റെ വേദന മുഴുവൻ അനുഭവിച്ചേറ്റുവാൻ ഒരു ശിശു അവിടെ കിടക്കുകയാണ്. ഇവരന്വേഷിച്ച് വന്ന് നോക്കിയപ്പോൾ എന്നാക്കെ മേടിക്കാൻ അവർ വന്നത് ഒരു വീട്. അവരങ്ങോട്ടും പറഞ്ഞു. കണ്ട ഉടനെ ആദ്യം തന്നെ നമ്മൾ ചോദിക്കണം, ധൃതി വെച്ച് ചോദിക്കരുത്. പണ്ട് കിലുക്കം സിനിമയ്ക്കകത്ത് വന്നു എല്ലാം കൂടെ ഉദച്ച് ചോദിക്കരുത്, പഠിപ്പി എന്ന് പറഞ്ഞതുപോലെയാണ്. കുറച്ചായിട്ട് വേണം ചോദിക്കാൻ എന്ന് പറഞ്ഞതുപോലെ പ്രിയമുള്ളവരെ, അവര് ഒരു വീട് ചോദിക്കണം, ഒരു ഉടുപ്പ് ചോദിക്കണം. ഇതൊക്കെ ചോദിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവരെ, വീടില്ലാതെ ഉടുപ്പില്ലാതെ ചെന്ന, അതൊക്കെ ആഗ്രഹിച്ച് ചെന്ന വ്യക്തി നോക്കിയപ്പോൾ കാണുന്നതാണ്, നമുക്ക് തീ കായാനെങ്കിലും ഉണ്ട്, ഇത് തീ കൂട്ടി കൊടുക്കാൻ പോലും സാധ്യതയില്ലാത്തൊരു കുഞ്ഞ്. നമുക്ക് ഇത്രയൊക്കെ ഉണ്ട്. ഇനി നാട് വിട്ട് നമ്മൾ തിരിച്ചു ചെന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു കൊച്ചു കുടിലെങ്കിലും നമുക്കുണ്ട്. ആ കുടില് പോലും ഇല്ലാത്തൊരു കുഞ്ഞ്, കുപ്പായം പോലും ഇല്ലാത്തൊരു കുഞ്ഞ്, നമ്മളെക്കാളും ഗതികെട്ട ഒരു കുഞ്ഞ്. അവര് ഓർത്ത് ഇതാണ് രക്ഷകൻ. നമുക്കുള്ളത് പോലും ഇല്ലാത്ത ഒരു കുഞ്ഞാണ് ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് സത്വാർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു വ്യക്തിക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് പോകണമെങ്കിൽ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടത്? നമ്മളെക്കാളും ചെറിയവന്റെ അടുക്കിലേക്കുള്ള യാത്രയുടെ ഇടയിൽ മാത്രമേ രക്ഷയുടെ അനുഭവം ഒരു വ്യക്തിക്ക് സ്വായത്തമാക്കാൻ സാധിക്കൂ. നമ്മളെക്കാളും ഗതികെട്ടവന്റെ അടുക്കിലേക്കുള്ള ഒരു യാത്രയുടെ ഇടയിൽ മാത്രമേ രക്ഷകനെ കണ്ടെത്താൻ പറ്റൂ. നമ്മളിന്ന് രക്ഷ തേടുന്ന എവിടെയാണ്? 95% മാർക്ക് വാങ്ങിച്ച കൊച്ചിനെ കണ്ണുപിടിച്ച് കാണിക്കുന്ന നാട്ടിലെ മാതാപിതാക്കന്മാർ എന്തിയടി ബാക്കി 5 ചോദിക്കാൻ വേണ്ടി ഗിവറീസാകാനും പോയിരിക്കും. എന്റെ കർത്താവ് ഗിവറീസാക പുണ്യാളച്ചാരി 5 അവിടെ പോയി. കിട്ടിയ 95 കുറിച്ച് ഒരു സന്തോഷം, കിട്ടാത്ത 5 കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരിൽ കാണാം. ലഭിച്ചതിനെ കുറിച്ച് നമുക്ക് ഒട്ടും സന്തോഷിക്കാൻ പറ്റുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് വരെ ലഭിച്ചതിനെ കുറിച്ച് നന്ദി പറയാൻ വേണ്ടി ഒരു ദിവസം നമ്മൾ പള്ളിയിൽ പോയിട്ടുണ്ടോ? ഇത്രയും കാലം കിട്ടിയതിനൊക്കെ ഒന്ന് നന്ദി പറയണം. മതി, ഇനി മതി, അനുഗ്രഹം ഇനി വേണ്ട എന്നെങ്കിലും പറയാൻ പറ്റില്ല. നമ്മളെന്താ അപ്പോഴും ഉണ്ട് നമുക്കൊരു ലിസ്റ്റ്. പിള്ളേരുടെ മെഡിസിൻ്റെ എക്സാമിന് വരുമ്പോൾ കർത്താവെ നോക്കിക്കോണം, യൗസേപ്പ് പിതാവെ നോക്കിക്കോണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പരാതികൾ, നമ്മളിങ്ങനെ ആവശ്യക്കാരാണ്. പക്ഷേ നമുക്കൊരിക്കലും രക്ഷയുടെ അനുഭവം കണ്ടെത്താൻ പറ്റില്ല. അതിന് കാരണം എന്താ പ്രിയമുള്ളവരെ? രക്ഷയുടെ അനുഭവം കണ്ടെത്തണമെങ്കിൽ എങ്ങോട്ടാ യാത്ര ചെയ്യേണ്ടത്? ഇതാ അവൻ രക്ഷകനെ കണ്ടെത്തിയത് തന്നേക്കാൾ ഗതികെട്ട ഒരുവനെ അവൻ എപ്പോ കണ്ടെത്താൻ പറ്റിയോ അവിടെയാണ് രക്ഷകനെ കണ്ടെത്താൻ പറ്റിയത്. ഇതുകൊണ്ടാണ് അന്ത്യവിധിയെ കുറിച്ച് കർത്താവ് പറയും. നമുക്കറിയാം എല്ലാവർക്കും ഒരു അന്ത്യവിധി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ അന്ത്യവിധി പ്രതീക്ഷിച്ചാൽ നമ്മൾ നോക്കിയിരിക്കുന്നത് അല്ലെ? വരാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതത്തിനായിട്ടും ന്യായവിധിക്കായിട്ടും നമ്മൾ നോക്കി പാർത്തിരിക്കുക. അങ്ങനെയല്ലേ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത്? 2ാമത്തെ കണ്ണി അവസാനിക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഒരു ന്യായവിധിയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ലോകമുണ്ട്. എന്താ ഈ ന്യായവിധി എന്ന് പറഞ്ഞാൽ? എങ്ങനെ ഈ ന്യായവിധി നടക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന ന്യായവിധിയുടെ കാലത്ത്
ഭയങ്കര സംഭവങ്ങൾ നമ്മൾ ചെയ്തതെല്ലാം. അവിടെ നീ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിട്ടുണ്ടോ? ആ ഉണ്ട്, കൊള്ളാം. തണുപ്പത്താണോ? അതെ. ആ ശരി, എന്നാൽ നീ സ്വർഗത്തിലേക്ക് പോകും. നീ ഏത് സഭയായാലും പള്ളി എല്ലാം നീ ഞാനെല്ലാം ചെല്ലിയിട്ടുണ്ട്. കറക്റ്റ്. ആ ശരി, നീ പോകും. 50 ദിവസം നോയമ്പെടുത്തും. ആ ശരി, നീ കയറി. നമ്മൾ പ്രതീക്ഷിക്കുന്ന ന്യായവിധി എന്ന് പറയുന്നതൊക്കെ എന്തായാലും ന്യായവിധി 25 ന്യായവിധിയെ കുറിച്ച് പറയുന്നൊരു ഭാഗമുണ്ട് പറയുന്നത്. അത് കേട്ടാൽ നമ്മൾ കേൾക്കുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് എങ്കിലും ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കുക. ന്യായവിധി എന്താണ്? 25-ാം അധ്യായത്തിൽ അല്ലേ? അതെ, 14-31. മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തന്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും. അവന്റെ മുമ്പിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും. എല്ലാ ജനതകളും അവൻ അന്ത്യനാളിൽ പ്രിയമുള്ളവരെ നേരെ സ്വർഗത്തിൽ നിന്ന് കാഹളമൊക്കെ മുഴക്കും. മാലാഖമാരും കാഹളമൊക്കെ മുഴക്കും. ഇതാ യേശുക്രിസ്തു ഇങ്ങനെ രണ്ടാമത് ഇറങ്ങി വരും. അങ്ങനെ അവൻ കസേരയിൽ ഇങ്ങനെ ഇരിക്കും. കസേരയിൽ ഇരുന്ന് കഴിയുമ്പോൾ സകല ജനതകളും അവന്റെ മുമ്പിൽ വരും. ഈ സകല ജനത എന്ന് പറഞ്ഞ ആരാ? അതിനകത്ത് യാക്കോബായക്കാർ കാണും, ഓർത്തഡോക്സുകാർ കാണും, കത്തോലിക്ക സഭക്കാർ കാണും, പെന്തക്കോസ്തുകാർ കാണും, മുസ്ലിങ്ങൾ കാണും, ഹിന്ദുക്കൾ കാണും, യഹൂദ മതക്കാർ കാണും. എല്ലാവരും. നമ്മളൊക്കെ ചിന്തിച്ചിരിക്കുന്നത് നമ്മളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രിയമുള്ള അങ്ങനെയല്ല കർത്താവ്. എല്ലാ ജനതകളും ഇതാ ദൈവത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കും. ഒരു ടെസ്റ്റിന് വേണ്ടി പരീക്ഷ ഇടാൻ പറ്റും. ഇങ്ങനെ നിൽക്കും. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രിയമുള്ളവരെ കർത്താവ് എന്ത് ചെയ്യും? വായിച്ച് ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ രണ്ടായിട്ട് തിരിക്കും. അവൻ അവരെ തമ്മിൽ വേർതിരിക്കും. എത്ര സഭയുണ്ടെങ്കിലും കൊള്ളാം, എത്ര മതം ഉണ്ടെങ്കിലും കൊള്ളാം, ഭൂമിയിലെ മനുഷ്യരെ രണ്ടായിട്ട് മാത്രമേ തിരിക്കത്തുള്ളൂ. ആരൊക്കെയാണ്? ഒന്ന്, അവൻ ചെമ്മരിയാടുകളെ തന്റെ വലത്തുവശത്തും കോലാടുകളെ ഇടതുവശത്തും. ഒന്ന് ചെമ്മരിയാട്, ഒന്ന് കോലാട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കർത്താവ് ഇപ്പൊ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ നമ്മളെ 2 ഗ്രൂപ്പായിട്ട് മാത്രമേ തിരിക്കത്തുള്ളൂ. കാര്യം അച്ഛനിപ്പോ പറഞ്ഞ് സത്യത്തില് ആ പള്ളി നാളുണ്ട്, ഈ പള്ളി നാളുണ്ട്, ഈ പള്ളിയിൽ ആളുണ്ട്, VNI നാൾ വന്നിട്ടുണ്ട്, സ്വിറ്റ്സർലൻഡിൽ എല്ലാം ഉണ്ട്. പക്ഷേ തിരിക്കുമ്പോൾ രണ്ടായിട്ട് തിരിക്കും. ഒന്നാരോ? ഒന്ന് ചെമ്മരിയാട്, ഒന്നാരോ? കോലാട്. അങ്ങനെയാണെങ്കിൽ ഈ 2-1 നമ്മൾ. ഒന്നുകിൽ ഇതിനകത്തിരിക്കുന്നത് ചെമ്മരിയായിരിക്കും, ഇല്ലെങ്കിൽ കോലാടായിരിക്കും. ഇത് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്താ ഈ ചെമ്മരിയാടിന്റെ പ്രത്യേകത? ചെമ്മരിയാട് ഒരിക്കലും ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഇടയൻ എന്നൊക്കെ പറയുമ്പോൾ. എനിക്ക് ഇടയൻ എന്ന് പറയുന്ന വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയൻ നോക്കി ആസ്വദിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഈ ആടുകളെ കാണുമ്പോഴത്തേന് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എനിക്ക് ഒരാഗ്രഹം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, ആടുകളുടെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ മാത്രമേ ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം. ഇതെനിക്ക് ഭയങ്കര ആഗ്രഹം. ചെമ്മരിയാടുകളുടെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിനകത്ത് ഇടണം. ഇതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹമായിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് ഞാൻ UK-ൽ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ യാത്ര ചെയ്തു. അപ്പോഴാണ് പ്രിയമുള്ളവരെ വഴിയുടെ തൊട്ട് സൈഡ് ചേർന്ന് ഒരു വലിയ കണ്ടത്തിനകത്ത് ഒരു 100 കണക്കിന് ചെമ്മരിയാടുകൾ. ഞാൻ പറഞ്ഞു വണ്ടി ഇവിടെ നിർത്താൻ പറ്റും. ഉടനെ അവർ പറഞ്ഞു എല്ലാ സ്ഥലത്തും വണ്ടി നിർത്താൻ പറ്റിയില്ല. അങ്ങനെ അവസാനം പ്രിയമുള്ളവർ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വണ്ടി നിർത്തി. അവിടെ ചെമ്മരിയാടുണ്ട്. ഞാൻ നേരെ ഇറങ്ങി ഈ കോട്ട ഇടാൻ പറഞ്ഞുകൊണ്ടൊക്കെ ആൾ വന്നു. ഞാൻ പറഞ്ഞു തണുപ്പൊന്നൊരു വിഷയമല്ല. ഞാൻ നേരെ ഇറങ്ങി ഈ ചെമ്മരിയാടിന്റെ അടുക്കലേക്ക് ഓടിച്ചു. ഞാൻ നേരെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. മഞ്ഞ് കണ്ട പോലത്തെ തന്നെ സന്തോഷമായിരുന്നു ഈ ചെമ്മരിയാടിനെ കണ്ടത്. ഞാൻ നേരെ ഓടി ചെമ്മരിയാടിനെ അടുക്ക ചെന്നു. പ്രിയമുള്ളവരെ, ഞാൻ അടുത്തോട്ട് ചെല്ലുകയും ചെമ്മരിയാട് ഒറ്റ ഓടിപ്പിച്ചു. ഒന്നല്ല, എല്ലാവരും ഓടിയ ശേഷം ഒരെണ്ണം മാത്രം തിരിഞ്ഞിങ്ങനെ നോക്കി വെച്ചു. പിന്നെ അതിനൊക്കെ സ്പീഡ്. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് ചെമ്മരിയാടിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതതിൻ്റെ ഇടയന്റെ സ്വരം മാത്രമേ തിരിച്ചറിയത്തുള്ളൂ. മറ്റേത് അന്യനായതുകൊണ്ട് ആ ആടുകൾ എന്ത് ചെയ്യത്തില്ല, ഒരിക്കലും ഇടയനല്ലാത്ത ഒരുവന്റെ സ്വരം കേൾക്കുകയോ അവനെ അനുഗമിക്കുകയോ അവന്റെ സാന്നിധ്യം ഇഷ്ടപ്പെടുകയോ ചെയ്യില്ല. അതാ ചെമ്മരിയാടിന്റെ പ്രത്യേകത. എന്നാൽ ഇടയൻ ഒന്ന് ഞൊടിച്ചാൽ മതി, ആദ്യത്തെ ആട് പെട്ടെന്ന് തലപൊക്കി നിൽക്കും. ഉടനെ ഇടയൻ നടന്നു പോവുകയാണെങ്കിൽ ആ ആട് ഓടി ഇടയന്റെ കാൽച്ചുവട്ടി വരും. കാലൻ മുട്ടി അതങ്ങ് നടന്നു പോകും.
ആ അടുത്ത ആട് തലമുക്കി നോക്കും. തലമുക്കി നോക്കുമ്പോൾ ഈ ആദ്യത്തെ ആട് ഇടയന്റെ പുറകെ നടക്കുന്ന കാണും. ആ ആടുകൾ എത്ര തീറ്റയുണ്ടെങ്കിലും അതൊന്നും നോക്കുകയില്ല, ഒറ്റപ്പെട്ടാണ് അത് അതിന്റെ പുറകെ. പിന്നെ വാരെ ആടുകളെല്ലാം ഇടയന്റെ പുറകെ. അതിന് പ്രത്യേകിച്ച് ഒരു ഭരണഘടനയൊന്നും വേണ്ട, പ്രത്യേകിച്ച് ഒരു നിയമസംഹിത വേണ്ട, പൊതുയോഗം കമ്മിറ്റിയും കൂടി തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും വേണ്ട. ഇടയൻ പോകുന്നു, ആടുകളെല്ലാം എന്ത് ചെയ്യുന്നു? ഇടയന്റെ പുറകെ ഇങ്ങനെ പോകും. ആ ടൈപ്പ് ആടിന് പറയുന്ന പേരാണ് ഏത്? ഇടയന്റെ സ്വരം കേട്ടാൽ വേറെ ആരുടെയും സ്വരങ്ങൾ തിരിച്ചറിയാതെ ഇടയന്റെ മാത്രം സ്വരത്തിൽ ആശ്രയിച്ച് അത് സുരക്ഷിതമായാലും കൊള്ളാം, അല്ലെങ്കിലും കൊള്ളാം. നല്ല വഴിയിലൂടെയാണ്, ചീത്ത വഴിയിലൂടെയാണ്. ജീവിച്ചാലും കൊള്ളാം, മരിച്ചാലും കൊള്ളാം. ഇതാ ഇടയൻ എപ്പോൾ മൂവ് ചെയ്യുന്നു, ആ നിമിഷം എന്ത് ചെയ്യും? ആര് മൂവ് ചെയ്യും? ആടുകൾ മൂവ് ചെയ്യും. ആ ടൈപ്പ് ആടിന് പറയുന്ന പേരാണെന്ത്? ചെമ്മരിയാട്. അതിനുശേഷം ഞാൻ അയർലൻഡിൽ പ്രിയമുള്ള ഒരു മലയുടെ മേലിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് അങ്ങ് താഴെ കാണാൻ ചെമ്മരിയാടുകൾ വഴി കൂടെ വരും. അപ്പൊ എനിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു, ആടിനെ പേടിപ്പിക്കരുത്, ഞാൻ വഴിയിൽ ഇങ്ങനെ ചുമ്മാ നിന്നോളാം, നിങ്ങൾ വണ്ടി അവിടെ മാറ്റിയിട്ടേക്കാൻ പറഞ്ഞു. ഞാൻ വഴിയുടെ സൈഡിൽ വെറുതെ നിന്നു. അപ്പൊ നമുക്കറിയാം ഈ വഴി ആട് വരുമ്പോൾ എന്ത് ചെയ്യും? ഈ സൈഡിൽ കൂടി അങ്ങോട്ട് പോകും, നിങ്ങൾ ആ പാർപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുത്തോളാം. ഞാനിങ്ങനെ നിന്ന് കുറച്ചാലും കഴിഞ്ഞിട്ട് അനക്കൊന്നും കേൾക്കുന്നില്ല. ഞാൻ തിരിഞ്ഞു നോക്കും, പ്രിയമുള്ളവർ എന്നെ കണ്ടുകൊണ്ട് ആട് അപ്പുറത്തെ കയ്യാല വഴി ഓടുന്നു. അത്രയ്ക്ക് പോലും ഒരു അന്യന്റെ അടുക്കിലേക്ക് ഈ ചെമ്മരിയാട് അടുക്കുകയാണ്. എന്നാൽ ഇടയനാണെങ്കിലോ എത്ര അകലെ നിന്ന് ഒരു ഞൊടിച്ചാൽ, ഒരു സ്വരം പുറപ്പെടുവിച്ചാൽ അപ്പോൾ തന്നെ ആടുകൾ ആ സ്വരം തിരിച്ചറിയും. ഈ ആടിന് പറയുന്ന പേരാണ് ചെമ്മരിയാട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മൾ എന്താണ്? ഇനി നമുക്ക് കോലാടിനെ പരിചയപ്പെടാം. അത് നിങ്ങൾക്ക് കൂടുതൽ അടുപ്പമുള്ള ആട് കോലാട്. കാരണം എന്താ? നമ്മുടെ നാട്ടിലുണ്ട് ഈ സാധനം. കോലാടിന്റെ പ്രത്യേകത എന്താ? അന്നാമച്ചേട്ടിക്ക് 4 ആടുണ്ട്. അതിൽ കൂടുതൽ വളർത്താൻ പറ്റുകയില്ല, അതിൽ കൂടുതൽ പറ്റത്തില്ല കോലാട്. ഈ ആട് അന്നാമച്ചേട്ടത്തി രാവിലെ എഴുന്നേറ്റ് ഒന്ന് അഴിച്ചേക്കാന്ന് പറഞ്ഞ് അഴിക്കും. ആ അഴിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? കോലാട് ഒരെണ്ണെടുത്ത് ആട്ടിൻകൂട്ടിന് വെളിയിൽ താവുച്ചാണ്. ഉടനെ അന്നാമച്ചേട്ടത്തി ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുക, ഇങ്ങനെ വലിച്ച് ഉടനെ അടുത്ത ആട് തീറ്റ തിന്നാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകും. ഉടനെ അന്നാമച്ചേട്ടത്തി 2 കയ്യിലും ആടായി. അതിനെ 2ലും പിടിച്ചോണ്ട് 3ാമത്തെ ആടിനെ അഴിക്കാൻ ശ്രമിക്കുമ്പോഴാണ് 3ാമത്തെ ആട് അന്നേരം പ്രദക്ഷിണം നടത്തുന്ന കാര്യം ഓർക്കുന്നത്. അന്നാമച്ചേടിക്ക് ചുറ്റും ഈ ആട് ഒരു പ്രദക്ഷിണം അങ്ങ് നടത്തുന്നു. അതുകൊണ്ട് അന്നാമച്ചേടിയുടെ കാലിൽ ഈ കരണം കൊണ്ട് ചുറ്റും അന്നാമച്ചേടി ആട്ടിൻകൂട്ടിൽ നിന്ന് നേരെ തലകുത്തി താവോട്ട് വീണേച്ച് അവിടെ കിടന്നുകൊണ്ട് മരുമകളൊക്കെ കൂടി നീ കുടിഞ്ഞു പോകത്തെ പടി. ഈ ടൈപ്പ് ആടിന് പറയുന്ന പേരാണെന്ത്? കോലാട്. നമ്മുടെ സഭയിൽ ഏറ്റവും കൂടുതലുള്ള ആട് ഏതാ? ഒരെണ്ണത്തിന് ഇങ്ങോട്ട് വിളിച്ചാൽ മറ്റൊന്ന് അങ്ങോട്ട്. അപ്പൊ സത്യത്തിന് പ്രിയമുള്ള 2 ആയിട്ട് തരത്തിരിക്കും, ചെമ്മരിയാട്, കോലാട്. ഇവിടെ ഒരാടിന്റെ സ്വരം, ഒരു ഇടയന്റെ സ്വരമുണ്ട്. ആ സ്വരമാണ് നമ്മൾ കേട്ടത്. ആ സകല ജനത്തിനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് പറയുന്ന സന്തോഷ വാർത്ത, രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട്. അവനെ അനുഗമിക്കുക. അതുകൊണ്ട് യേശു പറഞ്ഞത്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യനെ പിടിക്കുന്നവരാക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ കൈതുകൊണ്ടല്ലേ യേശു ക്രിസ്തു പത്രോസിനോട് അവസാനത്തെ ഒരു ചോദ്യം ചെയ്തു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നു? ഒത്തിരി പരാജയങ്ങൾക്ക് വീഴ്ചയ്ക്ക് ശേഷം പത്രോസിന്റെ മുഖത്ത് നോക്കി യേശു ചോദിച്ചു, പത്രോസേ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പത്രോസ് വിഷമിച്ചു പോയി. കാരണം തൻ്റെ വീഴ്ചകളുടെയും പരാജയങ്ങളുടെയും കണക്കെടുത്താൽ ഒരിക്കലും യേശുവിന്റെ മുഖത്ത് നോക്കി സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ പത്രോസിനെ കൊണ്ടാവില്ല. അത്രമാത്രം ജീവിതത്തിലെ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് വിജയത്തേക്കാൾ കൂടുതൽ പത്രോസ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൽ വന്ന് വീഴ്ചകളോ ബലഹീനതകളോ പരാജയമോ ഉണ്ടെന്ന് ഓർത്ത് ആരും വേദനിക്കരുത്. കാരണം അങ്ങനെ വേദനിക്കാനായിരുന്നെങ്കിൽ പത്രോസ് ആയിരിക്കണം ഏറ്റവും കൂടുതൽ വേദനിച്ചത്. അങ്ങനെ ഒരാൾ പുറന്തള്ളപ്പെടാനായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പുറന്തള്ളപ്പെടേണ്ടത് പത്രോസാണ്. ലീഡറുടെ ഒരു ക്വാളിറ്റി അദ്ദേഹത്തിനില്ല. കർത്താവ് ചോദിച്ചു, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? വിറയ്ക്കുന്ന ചുണ്ടുകൾ കൊണ്ടാണ് പത്രോസ്, ഓ കർത്താവേ ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ? എങ്കിൽ അടുത്ത പ്രാവശ്യം അയ്യന്റെ പഠിക്കുന്ന നീ പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല, പിന്നെന്താ?
സ്നേഹിക്കുന്നതിന്, ക്രിസ്തുവിനെ സ്നേഹിക്കുന്നതിന് ഒറ്റ റിസൾട്ട് മാത്രമേ ക്രിസ്തു പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ഞാൻ നിനക്ക് ആടുകളെ തരാം. യേശുവിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് യേശു കൊടുക്കുന്ന സ്നേഹ സമ്മാനം ആടുകളെ, നിനക്ക് ആടിനെ തരാം. ഒരാളുടെ കയ്യിൽ ഇഷ്ടംപോലെ ആടുണ്ടെങ്കിൽ ഓർത്തോണം, എന്താ? ആളെ യേശു ഒത്തിരി സ്നേഹിക്കുന്നു. ഒരു പുരോഹിതൻ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു പുരോഹിതനുള്ള വാക്കാണ് സത്യത്തിൽ, ജനങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ. ഒരാളുടെ കയ്യിൽ ഇഷ്ടംപോലെ ആടില്ല, ഓർത്തോണം, ക്രിസ്തു, അവൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അവൻ്റെ കൈ കിട്ടിയിരിക്കുന്ന ആളുകൾ, അവനെ സ്നേഹിക്കുന്ന ആളുകൾ. അതുണ്ടാവും. അപ്പൊ പ്രിയമുള്ളവരെ, പത്രോസ് അപ്പോസ്തലന് ആടുകളെ കൊടുത്ത ദൈവം അനുഗ്രഹിച്ചത് എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓർക്കുക, ഈ രണ്ടായിട്ട് നമ്മൾ തിരിക്കും. അതിൽ ഇടയന്റെ വാക്കുകൾ കേട്ട്, വചനങ്ങൾ കേട്ട് പെട്ടെന്നത് തിരിച്ചറിയുന്ന ആളുകൾ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ദൈവവചനം പെട്ടെന്ന് ഏതിൽ നിന്നും, വചനം ബൈബിളൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, ഭൂമിയിൽ ഏത് കാര്യത്തിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റും? വചനത്തെ ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഒരു യേശുവിനുള്ള ആൾ. ഒരു ചെമ്മരിയാളുടെ പ്രത്യേകത, ഞാനൊരിക്കലും ഒരു പെങ്കൊച്ചെൻ്റെ അടുത്ത് വന്നു. അവളെന്നോട് പരാതി പറയാൻ വേണ്ടി വന്നു. അവളാണ്ട് പ്ലസ് വണ്ണിന് ചേർന്നു. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിന് കോളേജിൽ പഠിക്കാൻ പോയി, അല്ലെ പ്ലസ് വണ്ണിന് പഠിക്കാൻ പോയി. അപ്പൊ എനിക്ക് ഒത്തിരി പരിചയമുള്ള ഒരു കിളിക്കാമ്പറ്റി പോലത്തെ ഒരു പെണ്ണാണ്. അപ്പൊ അവൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പരാതി പറഞ്ഞു, എൻ്റെ തിരുമേനി ഒന്നും പറയണ്ട, പുതിയ സ്ഥലത്തോട്ട് പഠിക്കാൻ ചെന്നു, ആകെ പട പ്രശ്നം. ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? അവിടെ ഒരു ചെറുക്കൻ എൻ്റെ പുറകെ എപ്പോഴും നടപ്പാണ്. ഞാൻ പറഞ്ഞു, അതിന് നിന്റെ പുറകെ നടക്കുന്നു, നിനക്ക് നടക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ മുമ്പിൽ കയറി നടക്കുകയാണെങ്കിൽ നിനക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ഇതിപ്പോ നിന്റെ പുറകെ ആണോ നടക്കുന്നത്, നിനക്ക് നിന്റെ രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകാം, നടന്നു പോകാം. അവൻ പുറകെ നടക്കും, അതായിട്ട് നടന്നോട്ടെ. അന്നേരം പറഞ്ഞു, അതല്ലെന്ന്, അതൊരു ശല്യമായി. ഞാൻ പറഞ്ഞു, നിന്റെ പുറകെ ഒരാൾ നടക്കും, നിനക്കെന്നെ ശല്യം? നിന്റെ മുമ്പിൽ നടക്കണം എനിക്ക് ശല്യം. വളരെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ട്. ഞാൻ ചെയ്ത സംഭവം അന്നേരം പറഞ്ഞു, കഴിഞ്ഞ ദിവസം അവൻ്റെ സൈക്കിള്, ഞാൻ പറഞ്ഞു, അത് അവൻ സൈക്കിളിൽ പോയി നിനക്ക്? അന്നേരം പറഞ്ഞു, അതല്ലെന്ന്, ഞാൻ സൈക്കിളിൽ പോയിട്ട് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് സൈക്കിൾ നടത്തി. അവൻ്റെ കയ്യിൽ ഒരു പൂ ഇരിപ്പുണ്ട്, റോസാപ്പൂ. ഞാൻ പറഞ്ഞു, അവൻ്റെ കയ്യിൽ അവൻ്റെ കാശ് കൊടുത്ത് മേടിച്ചത് അവൻ്റെ കയ്യിൽ ഇരിക്കട്ടെ, നിന്റെ റോസാപ്പൂ നിന്റെ കൈ, അവൻ്റെ റോസാപ്പൂ ഉണ്ട്. അവിടെ പറഞ്ഞു, എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ അവൻ ആ റോസാപ്പൂ എടുത്തിട്ട് ഒരു ഉമ്മയും വെച്ചു സൈക്കിളെ കയറി ബെല്ലടിച്ചിട്ട് പോയി. അത് ഞാൻ ചോദിച്ചാൽ നിനക്കെന്നെ? ഈ തിരുമേനിക്ക് ഒരു വഴക്കായി. അപ്പൊ ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല, നീ പറയുന്ന എന്നാ പ്രശ്നം? അപ്പോൾ അവളെന്നോട് പറഞ്ഞു, എൻ്റെ തിരുമേനി, അതെ, അവൻ ആ റോസാപ്പൂ ഇങ്ങനെ ചുംബിച്ചെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എൻ്റെ മുമ്പിൽ വെച്ച് അത് ചെയ്തതിൻ്റെ അർത്ഥം അവൻ എന്നെ ചുംബിച്ചത്, എന്നെ അത് ഹരാസ് ചെയ്തു, ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോയി. എനിക്കത് മാനസികമായിട്ട് ഭയങ്കര, എനിക്കവനെ കണ്ട ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അത് ശരി, വല്ലവരുടെയും കയ്യിലിരിക്കുന്ന റോസാപ്പൂ അവൻ വല്ല വഴിയിൽ നിന്ന് ചുംബിച്ചാൽ നിന്നെ ചുംബിക്കുന്നതാണ് നിനക്കെങ്ങനെയാ തോന്നിയത്? അവിടെ പുള്ളി അവള് പറഞ്ഞു, അല്ലെങ്കിൽ ഈ തിരുമേനിമാരോടും പറഞ്ഞു ഒരു കാര്യം, അവള് നടന്നു. സത്യത്തെ പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് താഴെ, സാധാരണ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെല്ലാം പോകുമ്പോൾ താഴെ തക്സായെടുക്കും, പ്രാർത്ഥിക്കുന്ന നേരെ കയറും. അപ്പോൾ പെട്ടെന്ന് സമയത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്കറിയാം 8 മണിക്ക് 8:30 കുർബാന തുടങ്ങണം, 8 മണിക്ക് കയറും. അതുകൊണ്ട് ഈ അരമണിക്കൂറിനുള്ളിൽ തുയ്യോപ്പ് തീരണം. അതുകൊണ്ട് ആ തിരക്കിനിടയിൽ തക്സായെടുക്കും, പ്രാർത്ഥിക്കും, കയറും, വീട്ടിൽ കയറും. കറക്റ്റ് സമയത്ത് കപ്പ്യാരി ചിലപ്പോൾ കാണുകയില്ല, വെള്ളം എടുക്കാൻ, പിന്നെ കപ്പ്യാരി അന്വേഷിക്കണം. പിന്നെ അതിനപ്പുറത്ത് അപ്പം അപ്പം എടുത്ത് നോക്കേണ്ട സമയത്ത് അപ്പം കാണുകയില്ല. പിന്നെ എന്തിയോടാ വീഞ്ഞ്, ഉടനെ വീഞ്ഞ് അവൻ എടുത്തുകൊണ്ട് വരും, ഉടനെ അത് ചിലപ്പോൾ പാത്രം മതി അതുകൊണ്ട് പോകും. പിന്നെ മൊത്തം അകത്തൊരു പ്രശ്നമാണ്. ഉടനെ അവൻ്റെ ചെവി പിടിച്ചൊരു ചെവി കിഴക്ക് കൊടുത്തത്, ഇതൊക്കെ ദൈവിക കാര്യമെന്നറിയാമോ എന്നൊക്കെ ചോദിച്ചുള്ള പരിപാടിയിലാണ് ഈ പോകുന്നു. സംഘടന അഡ്ജസ്റ്റ്മെന്റ് പോവാണ്. അങ്ങനെ ഒത്തിരി കിഴക്കൊക്കെ കൊണ്ട പാർട്ടികളായി ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, അന്ന് ഞാൻ തക്സായുമായിട്ട് മേളിലേക്ക് കയറി. ഞാൻ ആ ബലിപീഠത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് ഈ പെണ്ണ് പറഞ്ഞ കാര്യമാണ്. അവൾ പറഞ്ഞു, ആ പൂവെ ചുംബിച്ചാൽ അവളെ ചുംബിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് എല്ലാ ദിവസവും ചുംബിക്കാറുണ്ട്. ഈ ബലിപീഠത്തെ ചുംബിച്ച് ആരെ ചുംബിക്കുന്നതില്ല? ക്രിസ്തുവിന്റെ പാദം ചുംബിക്കുന്നതില്ല, അല്ലേ? അവൾക്കുള്ള സെൻസ് പോലും നമുക്കുണ്ടോ? നമ്മൾ ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആരുടെ മുമ്പിൽ നിൽക്കുന്നതില്ല? ക്രിസ്തുവിന്റെ മുമ്പിൽ.
ഈ ബലിപീഠത്തിൽ ചുംബിക്കുമ്പോൾ ക്രിസ്തുവിനെ ചുംബിക്കുന്നതിന് തുല്യം. ആ വികാരം വല്ലതും നമുക്ക്, ഞാൻ എന്നെ കുറിച്ചാണ് പറഞ്ഞത്, ആ വികാരമൊന്നും എത്രയോ നാളും ആദ്യത്തെ 2-3 കുർബാന കഴിഞ്ഞപ്പോൾ തൊട്ട് വികാരമുണ്ട്, പക്ഷെ ഭക്തിയുണ്ട്. കുർബാനയൊക്കെ ഉണ്ടെങ്കിലും ഭക്തിയുണ്ട്. പക്ഷെ ആ ബലിപീഠത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ, ആ ബലിപീഠത്തിന് മുമ്പിൽ ചെല്ലുമ്പോൾ അവന്റെ പാദമാണ് ചുംബിച്ച് അവന്റെ മുമ്പിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഈ ശുശ്രൂഷ, ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്നത് ആ മൺകട്ടയിലായിരിക്കും, അവിടെ വെച്ചിരിക്കുന്ന ആ കോൺക്രീറ്റിലായിരിക്കും നമ്മൾ ചുംബിക്കുന്നത്. പക്ഷേ ആരെ ചുംബിക്കുന്നതിന് തുല്യമാണ് ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ. ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ ആരാധനയും തലവണക്കലും ചുംബനങ്ങളും തലകുനിക്കലുമൊക്കെ യഥാർത്ഥത്തിൽ ആര് തന്നെ സ്വീകരിക്കുകയാണ്? ക്രിസ്തു തന്നെ സ്വീകരിക്കും. അപ്പൊ എന്നെ അവൾ ആ വചനം പഠിപ്പിച്ചു. പിന്നീട് എപ്പോ ബലിപീഠത്തിൽ ചെന്നാലും പ്രിയമുള്ളവരെ എൻ്റെ ചങ്കൊന്ന് പടയാറുണ്ട്. ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് കയറി ബലിപീഠത്തിന്റെ മുമ്പ് ചെന്ന് കഴിയുമ്പോൾ ചങ്കൊന്ന് പടയ്ക്കും. ഞാൻ ഓർക്കും 2000 വർഷം മുമ്പ് സ്നേഹത്തോടെ ഒരപ്പം എടുത്തിട്ട് അവൻ പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. നമുക്കെല്ലാം പല ട്രഡീഷനുണ്ട്, പല പാരമ്പര്യങ്ങളുണ്ട്, അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷേ അതിൻ്റെ എല്ലാം ഉള്ളിൽ ഒരു സ്നേഹത്തിന് ഒരു വാക്കുണ്ട്. അതല്ലേ നമ്മളെ ഈ ബലിപീഠത്തോട് ചേർത്ത് നടത്തുന്നത്. ഒരപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നെ പകുത്ത് തിന്നിട്ടാണേലും വേണ്ടില്ല, എന്നെ പോലെയാണ്. അതായത് അർത്ഥം. ഓരോ ഞായറാഴ്ചയും വിശുദ്ധ കുർബാനയും യേശു നമ്മളോട് പറയുകയാണ്, മകനെ, നീ എന്നെ പങ്കുവെച്ച് കഴിച്ചിട്ടാണേലും കുഴപ്പമില്ല. നീ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നീ നിന്റെ ആന്തരിക മനുഷ്യൻ എന്നെ പോലെ ആയിരിക്കണം. എനിക്ക് ആ പങ്കുവെച്ച് പറഞ്ഞ പ്രേമത്തിന്റെ കഥ എന്നെ പഠിപ്പിച്ചത് പ്രിയമുള്ള ഒരു വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ആഴമായ അർത്ഥം. അതാ ഞാൻ പറഞ്ഞത്, ഭൂമിയിലെ ഏത് സ്വരങ്ങളും ഒരു ദൈവസ്നേഹം ഉള്ളിലുണ്ടെങ്കിൽ അതെന്താക്കി തീർക്കും? നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ തിരുവചനങ്ങളുടെ വെളിപാടായിട്ട് മാറണം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്തായി മാറണം? ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞതായി മാറണം. അങ്ങനെ ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞതായി മാറുകയാണെങ്കിൽ നമുക്ക് എവിടെയും ആരുടെ സ്വരം കേൾക്കാൻ പറ്റും? ഇടയന്റെ സ്വരം. ഏത് സ്ഥലത്ത് ചെന്നാലും ആ ഇടയന്റെ സ്വരത്തിനനുസരിച്ച് മാത്രമേ അവർ ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ജർമ്മനി വന്നില്ല, നമുക്ക് ഒത്തിരി സ്വരങ്ങളുണ്ട് ഇവിടെ, അല്ലെ? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്നുണ്ട്. അതിലൂടെയൊക്കെ നമ്മുടെ തലയിലേക്ക് ഒത്തിരി കാര്യങ്ങൾ കയറുന്നു. അതിനിടയിൽ ക്രിസ്തുവിന്റെ വേറിട്ട സ്വരം തിരിച്ചറിഞ്ഞ് ആ സ്വരത്തോട് പ്രതികരിക്കാൻ നമ്മളെ കൊണ്ടാവുന്നെങ്കിൽ നാം യഥാർത്ഥ ക്രിസ്ത്യാനി തന്നെ പെടും. എങ്കിൽ നമ്മൾ എപ്പോഴും യഥാർത്ഥ ക്രിസ്ത്യാനി തന്നെ. ആ സ്വരം കേൾക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, ആ സ്വരങ്ങളോട് നമുക്ക് ആ സ്വരങ്ങൾ തിരിച്ചറിയാനുള്ള ആ തിരിച്ചറിവ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർക്കുക, കാര്യമായ എന്തോ നമുക്ക് സംഭവിച്ചു തുടങ്ങിയെന്നാണ് അർത്ഥം. കാര്യമായ എന്തോ നമുക്ക് സംഭവിച്ചു തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ ഇവിടെ ചെമ്മരിയാടുകളെയും കോലാടുകളെയും നിരത്തുന്നത്, എന്നിട്ട് ഒരു ടെസ്റ്റ് ഇടുക. ടെസ്റ്റ് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടൊരു പരീക്ഷ. ആ പരീക്ഷയ്ക്കകത്ത് പ്രിയമുള്ളവരെ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് കർത്താവ് 2 കൂട്ടർക്കായിട്ട് കൊടുത്തു. എന്തായിരുന്നു? ഇത്രയും പറഞ്ഞു, ഇതാ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നില്ല. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടില്ല. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചില്ലല്ലോ. ഉടനെ ഇടതു ഭാഗത്തുള്ള ആളുകൾ ചോദിച്ചു, കർത്താവേ, നീ എപ്പോഴാണ് ജയിലിൽ കിടന്നേ? വലതു ഭാഗത്തുള്ളവർ, നിങ്ങൾ എന്നെ വന്ന് കണ്ടു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു. ഉടനെ വലതു ഭാഗത്തുള്ളവർ ചോദിച്ചു, കർത്താവേ, ഞങ്ങൾ പലർക്കും കുടിക്കാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും നിനക്ക് തന്നല്ലേ? അല്ല, നിനക്കാണോ കിട്ടിയത്? ഒത്തിരി പേർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഗസ്റ്റിന് കൊടുത്തിട്ടുണ്ട്, ഭിക്ഷക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെല്ലാം കൊടുത്തു. അതിലേതായിരുന്നു നീ? നിന്നെ തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. തന്നു എന്നുള്ളത് നീ പറയുന്നുണ്ട്, പക്ഷേ ആർക്ക് തന്നപ്പോഴും നിനക്ക്? വലതു ഭാഗത്തുള്ളവർ ചോദിച്ചു. ഇടതു ഭാഗത്തുള്ളവർ ചോദിച്ചു, എന്റെ കർത്താവ്, നിനക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ആർക്കെല്ലാം കൊടുത്തു നൽകണം. ഒന്നാന്തരം ഫിഷ് മോളിയും പാലൊക്കെ ഉണ്ടാക്കി പെരുന്നാൾ വന്നപ്പോൾ പ്രത്യേകം നമുക്കറിയാം നട്ട്സൊക്കെ ഇട്ട് അരച്ച് ചേർത്ത്, കുറച്ച് അരച്ച് ചേർത്ത്, പിന്നെ കുറച്ച് പുറമെ ഇട്ടേക്ക്, ഇങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനെ പുറമെ ആക്കുള്ളതാണ്.
പെരുന്നാളിനുള്ള ബിഷപ്പിനുണ്ടല്ലോ. അത് കഴിച്ച് 4 ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുക. അത് ഞങ്ങൾ സത്യത്തിൽ എന്ത് നല്ല ഭക്ഷണമൊക്കെ അച്ഛന്മാർ കൊടുത്തു, ബിഷപ്പുമാർ കൊടുത്തു, പിന്നെ പ്രധാനമന്ത്രി വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ജ്യൂസ് കൊണ്ടുപോയത് എല്ലാം കൊടുത്തു. ഇതൊന്നും നിനക്ക് കിട്ടിയില്ലേ? എത്ര ആത്മാർത്ഥമാണ് ഞങ്ങളിതൊക്കെ ചെയ്തത്. ഉടനെ കർത്താവ് പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരാൾക്ക് കൊടുത്തപ്പോഴാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഈ അർത്ഥം എന്താ? ഈ ചെറിയവനിലേക്കുള്ള നിന്റെ അകലമാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള നിന്റെ അകലം. നിന്റെ ഇടയിലുള്ള ഏറ്റവും ചെറിയ മനുഷ്യനിലേക്കുള്ള അകലം തന്നെയാണ് നേരെ ദൈവരാജ്യത്തിലേക്കുള്ള നിന്റെ അകലം. അപ്പൊ ഞാൻ ഈ ഭൂമിയിൽ സ്വർഗത്തിൽ കയറണ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എങ്ങനെ തീരുമാനിക്കേണ്ടത്? നമ്മുടെ ഇടയിൽ നമ്മൾ ഏറ്റവും ചെറിയവരാണ്. സൗന്ദര്യം കൊണ്ട് ഏറ്റവും ചെറിയവരാണ്, സമ്പത്ത് കൊണ്ട് ഏറ്റവും ചെറിയവൻ, വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും ചെറിയവൻ, സംസ്കാരം കൊണ്ട് ഏറ്റവും ചെറിയവൻ, സംസാര ശൈലി കൊണ്ട് ഏറ്റവും ബോറടിപ്പിക്കുന്ന പാർട്ടി. ഇങ്ങനെ ഒരാളെ നമ്മൾ കഴിവുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മളെന്ത് ചെയ്യും? കത്തിയ ഒഴിവാക്കി. അത് പോക്ക് കേസാണ്, നമുക്ക് പറ്റിയതല്ല, നമ്മൾ ഒഴിവാക്കുക അല്ലേ? പക്ഷേ ക്രിസ്തു പറയും, നീ ഒഴിവാക്കിയപ്പോ എപ്പോഴാ സംശയിക്കണ്ട, നിങ്ങളുടെ ഇടയിലെ ഏറ്റവും ചെറിയ ഒരാൾക്ക് കൊടുത്തപ്പോ എനിക്ക്, നിങ്ങളുടെ ചെറിയവരുടെ ഇടയിൽ ആരാ യേശു കൊടുക്കണ്ട? ഏറ്റവും ചെറിയവന് കൊടുക്കുമ്പോ എനിക്ക് എന്റെ കയ്യിൽ തന്നെ വീഴുന്നത്. സത്യപ്രിയമുള്ളവരെ, ചെറിയവനിലേക്ക് നമ്മൾ നടക്കാൻ തുടങ്ങുമ്പോൾ യേശുവിലേക്ക് നടന്നെടുക്കുന്നില്ല. കുട്ടായി എന്ന് പറയുന്ന മനുഷ്യൻ, കുട്ടായി എന്ന് പറയുന്ന മനുഷ്യൻ, തോട്ടക്കാട് കുട്ടായിക്ക് ഒരു പ്രത്യേകത, വിദ്യാഭ്യാസം ഇല്ല, എഴുത്തുമാനും മരിച്ചുപോയി. എഴുത്തുമാനെ അറിയാൻ പറ്റാത്ത ഒരാളാണ് കുട്ടായി. കുട്ടായിയുടെ ഒരു പ്രത്യേകത പ്രിയമുള്ളവരെ, അയാൾക്ക് മക്കളില്ല. മക്കളില്ലാതെ പ്രിയമുള്ളവരെ അയാൾ ഒത്തിരി ധ്യാനം കൂടി, പ്രത്യേകിച്ച് ഈ കരിസ്മാറ്റിക് ധ്യാനം ഒത്തിരി. അങ്ങനെ ധ്യാനങ്ങൾ ഒന്നും കൂടിയിട്ട് അനേകം കുഞ്ഞുങ്ങളുണ്ടായി. പക്ഷേ കുട്ടായിക്ക് കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ പിന്നെ എല്ലാ നൊവേനയും എല്ലാം പങ്കെടുത്ത്, അങ്ങനെ പ്രാർത്ഥനകളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ദിവസം പ്രിയമുള്ളവരെ കുട്ടായിയെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, നീ എത്രയും പെട്ടെന്ന് പള്ളിയിലേക്ക് വന്നു. അങ്ങനെ പള്ളിയിലേക്ക് വന്ന ഉടനെ അച്ഛൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് മിറ്റത്തിണ്ണേല് ഒരു മാനസിക രോഗം പിടിച്ച് ഒരുത്തിരിപ്പുണ്ട്. കുട്ടായിയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട്, കുട്ടായി നിനക്ക് മക്കളില്ലല്ലോ, നിനക്ക് ഞാൻ കുഞ്ഞിനെ തരിക. ഇവന് കൊച്ചിന്റെ സ്വഭാവമാണ്, കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണ്, നീ ഇവനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തപ്പെടുക. പ്രിയമുള്ളവർ, അങ്ങനെ കുട്ടായി ഈ മാനസിക രോഗിയായി ചെറുപ്പക്കാരനെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ഭാര്യ ഭർത്താവുടെ സ്വന്തം വീട്ടിൽ നോക്കാൻ തുടങ്ങി. അങ്ങനെ മാനസിക രോഗികളെ നോക്കുന്ന ഒരു ഭവനം, അവിടെ 100 മാനസിക രോഗികൾ ഉള്ള ഒരു സ്ഥാപനമായിട്ട് പിന്നീട് മാറി. ഞാൻ ഭവനിടയായി തീർന്നത് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു മാനസിക രോഗി, ഞാൻ താമസിക്കുന്ന തൂത്തുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ താമസിച്ചു കഴിഞ്ഞപ്പോൾ അതിലവിടെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാൾ നടപ്പുണ്ട്. അയാളുടെ പ്രത്യേക മാനസിക രോഗിയാണ്. അയാളുടെ തലയിൽ ഒരു കുടം വെച്ചിട്ടുണ്ടായിരിക്കും. സന്ധ്യ ആകുമ്പോഴാണ് അയാൾ വരുന്നത്. സന്ധ്യ ആകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് വീടിട്ടൊക്കെ പൊട്ടും, ഇറങ്ങി ഒരുമിക്കണം നിൽക്കുന്നു, ഒന്നും ചെയ്യത്തില്ല ആരും. പക്ഷെ പേടിച്ചു, പെണ്ണുങ്ങളൊക്കെ പേടിച്ചു പോകാം. അങ്ങനെ പലപ്പോഴും ഇങ്ങനെ രീതിയിൽ നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം പ്രിയമുള്ളവരെ, ഒരു ഓണത്തിന്റെ സമയമാണെന്ന് തോന്നുന്നു, ക്രിസ്മസ് ആണ്, ഓണാണ്. ഉടനെ കുട്ടായി ഇങ്ങനെ അല്ല ഈ രാധാകൃഷ്ണൻ ഇങ്ങനെ കറങ്ങിയാലും. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒരു അച്ഛനോട് കുര്യനച്ഛൻ, അന്ന് ഞാൻ അച്ഛനാണ്. ഞാൻ പറഞ്ഞു രാധാകൃഷ്ണനെ പിടിച്ചോളാം. രാധാകൃഷ്ണനെ പിടിച്ച് അപ്പൊ ചോദിച്ചു, എന്തിനാ എന്നെ പിടിച്ചത്? നമ്മൾ ഇപ്പൊ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കൊണ്ടുപോയി പ്രിയമുള്ളവരെ അയാളുടെ ദേഹത്തോട്ട് നല്ല വെള്ളം കൊണ്ടടിച്ചു. അയാളെ കുളിപ്പിച്ച് നല്ല ഷെയ്വൊക്കെ ഉണ്ട്. ഷെയ്വൊക്കെ ചെയ്ത് മുടിയെല്ലാം കൊണ്ട് വെട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെളുത്ത് സ്മാർട്ടായിട്ടുള്ള സുന്ദരനായ ചെറുപ്പക്കാരൻ. പുള്ളി വളരെ കൂളായിട്ടിരുന്നതാണ്. ഇവിടെ കൂടെ ചെടിയുണ്ടെന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ ഞാൻ നമുക്ക് കുളിപ്പിച്ച് റെഡിയാക്കി. എനിക്ക് പണ്ട് കാലത്തുണ്ടായിരുന്നൊരു പാൻറ്റും അതുപോലെ ഒരു നല്ല ജിബ്ബായും ഉണ്ട്. പണ്ട് നവംബർ 2-ാം തീയതി 1-ാം തീയതി കൊണ്ട് നമ്മുടെ ഒരു ദിവസമുണ്ട് കേരള പിറവി. അന്ന് കോളേജിൽ പഠിച്ചിരുന്ന ഇട്ടുകൊണ്ടിരുന്ന ജിബ്ബായ അത് ഞാൻ കൊണ്ടുവന്നു. പക്ഷേ ഇത് ഇട്ടുകൊണ്ട് പടാക്കാൻ പറ്റിയ സ്ഥലമില്ല, കുപ്പായകത്ത് പുറത്തിടുന്നതുകൊണ്ട് ഇതിട്ടാലും ആരും കാണില്ല. അതുകൊണ്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കും, എൻ്റെ പിള്ളേർക്ക് കൊടുക്കാവും. അപ്പോഴാണ് ഈ പാൻറ്റും ഷർട്ടൊക്കെ ഇടിച്ച് കുട്ടായി ജിബ്ബായൊക്കെ ഇടിച്ചങ്ങ് വിട്ട്.
ആ പോക്ക് പ്രിയമുള്ളവരെ പോയ ശേഷം പിന്നീട് രാധാകൃഷ്ണനെ കുറിച്ച് റിപ്പോർട്ട് കിട്ടുന്നപ്പോഴത് നമ്മുടെ പുതിയ കുരിശും തൊട്ടിക്കകത്ത് ഈ രാധാകൃഷ്ണൻ കയറിയിരിക്കുകയാണ്. ഗീവറീസതായിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ ചെല്ലുന്നവരെ ഒന്നും പ്രാർത്ഥിക്കാൻ സമ്മതിക്കില്ല. പുള്ളി അവിടെ ഇരിക്കുക. അപ്പൊ പിള്ളേരോട് കംപ്ലൈന്റ് പറഞ്ഞു. ഉടനെ ഞാൻ വീണ്ടും ചെന്നു. അപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി ഈ പുള്ളി നമ്മളെ എന്തോ ഉപദ്രവിക്കാനാണ്. കുട്ടായി കൂടി നമ്മുടെ കുറെ ചെറുപ്പക്കാർ പുറകെ ഓടിച്ചിട്ട് കുട്ടായി ഇയാളെ പിടിച്ച് തൂത്തുട്ടി ചാപ്പന്റെ മറ്റത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി എന്നോട് ഭയങ്കര ദേഷ്യം. പുള്ളി പറഞ്ഞു, അച്ഛന്മാർ എന്നെ ആവശ്യമില്ലാത്ത ഉപദ്രവിക്കേണ്ട കാര്യം. ഞാൻ പറഞ്ഞു, കുട്ടായി കുളിപ്പിച്ച് റെഡിയാക്കാം, പക്ഷെ ഭക്ഷണം തരാം. അവനത് പറയണ്ടേ. അങ്ങനെ കുട്ടായി കുളിപ്പിച്ച് റെഡിയാക്കി. ഞങ്ങൾ ഈ രാധാകൃഷ്ണനെ കുളിപ്പിച്ച് റെഡിയാക്കി കുട്ടായിയുടെ സ്ഥാപനത്തിലേക്ക് അവിടെ കൊണ്ടുവന്ന് അവിടെ ആക്കി കഴിഞ്ഞപ്പോൾ കാല് മേലാത്തൊരു ചെറുപ്പക്കാരൻ, 2 വടിയിൽ നടക്കുന്ന ചെറുപ്പക്കാരൻ. ഞാൻ അവിടെ നിന്ന് ആ സ്ഥാപനത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ആ കുട്ടായി ഈ ചെറുപ്പക്കാരനോട് എന്നോട്, ഞാനാണ് ഇവിടെ ആദ്യമായിട്ട് വന്ന പയ്യൻ, എനിക്ക് മാനസിക രോഗമായിരുന്നു. കുട്ടായി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി എന്നെ ട്രീറ്റ് ചെയ്ത് എൻ്റെ രോഗം മാറി. ഞാനാണിപ്പം ഇവരെ സഹായിക്കുന്നത്. രണ്ട് കാലം മേലാത്ത ആ മുടി വെട്ടുന്ന കാലം അതിനോട് പറയായിരുന്നു. ഒരിക്കലും ഒരു സംഭവം ഉണ്ട് ഞങ്ങൾക്കിവിടെ. ഞാൻ ചോദിച്ചത് എങ്ങനെ ഇത്രയും പേർക്ക് പൈസയൊക്കെ എങ്ങനെ പറഞ്ഞ് ദൈവം പണത്തിൽ. പണ്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യമായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഒരു മനുഷ്യൻ, ഒരു മാനസിക രോഗിയായ മനുഷ്യൻ താടിയൊക്കെ നീട്ടി ആ സ്ഥാപനത്തിലേക്ക് കയറി. കുളിച്ചിട്ടൊന്നുമില്ല. കയറി വന്ന ആള് സാധാരണ വരുന്നവരെ പിടിച്ചോണ്ട് വരും. ആരങ്ങനെ വരാറില്ല. വന്നയാള് സാധാരണ പൈസ കൊടുക്കാറില്ല. കയ്യിലുണ്ടെങ്കിൽ ഒരു വീടി മേടിക്കാനൊക്കെ കൊടുക്കും. ഇയാള് കയ്യിലിരുന്ന പൈസ കുട്ടായിലേക്ക് 1000 രൂപ കൊടുത്തു. അയാളൊന്നും വേണ്ടുന്നില്ല. അയാൾ പറയുന്ന ഭാഷയും വേറെ ഏതോ ഭാഷയാണ്. അതുകൊണ്ട് ഇയാൾ കുട്ടായിക്ക് മനസ്സിലായി. എന്തായാലും പ്രിയമുള്ളവരെ, ആദ്യം വരുന്ന വ്യക്തികളെ സെല്ലിലടക്കി. കാരണം അക്രമത്തിന് സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് സെല്ലിലടക്കി. അപ്പൊ 3 പേരെ ഇടുന്ന സെല്ലിലേക്ക് ഈ മനുഷ്യനെ കൊണ്ട് ഇട്ടു. പിറ്റേ ദിവസം 2ാമത്തെ ദിവസം ഇറക്കി താടിയെല്ലാം പഠിച്ചത് ഈ ചെറുപ്പക്കാരൻ പയ്യൻ. താടി പഠിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി 2ാം ദിവസം ഇട്ടു. 3ാം ദിവസം രാവിലെ പുറത്ത് കൂട്ടിയിരിക്കുന്ന, ഒരിക്കലും പുറത്തു പോകാൻ സാധ്യതയില്ലാത്ത സെല്ലിനകത്ത് നോക്കുമ്പോൾ 3ാം ദിവസം രാവിലെ നോക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഈ 3ാമത്തെ മനുഷ്യൻ കൊണ്ടേണ്ട ആളില്ല ഇതിനകത്ത്. ഇയാളില്ല. ഉടനെ ആ പയ്യൻ ഓടി വന്നിട്ട് പറഞ്ഞു, കുട്ടായി ചേട്ടാ, ഇതിനകത്ത് 2 പേരേ ഉള്ളൂ, ഒരാൾ ചാടിപ്പോയി. അവിടെ കുട്ടായി വന്ന് ചുറ്റും നോക്കി. എല്ലാം അടച്ചിട്ടിരിക്കും. പുറത്തൊന്ന് താഴ്ത്ത് കൂട്ടിയിരിക്കും. അപ്പൊ കുട്ടായി ഇതെങ്ങനെയാ, ആളുകളെല്ലാം കൂടി ഇതെങ്ങനെയാ ഇത് പോയത്? ഈ കുട്ടായി ഓടി പള്ളിയിൽ ചെന്ന് അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇന്നലെ ഒരു മനുഷ്യൻ വന്നതാ, ഞാൻ പിടിച്ചു പറഞ്ഞില്ലേ, ആ മനുഷ്യനെ ഇപ്പൊ കാണുന്നില്ല, പക്ഷെ മുറികളെല്ലാം പൂട്ടിയിട്ടിരിക്കുന്നത്. അപ്പൊ വികാരിച്ചൻ പറഞ്ഞു, പൂട്ടിയിട്ടിരിക്കുന്ന മുറിക്കകത്ത് കയറാനും അതിനകത്ത് പുറത്തിറങ്ങാനും കഴിവുള്ള ഒറ്റയാൾ മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അത് ക്രിസ്തുവാണ്. അതുകൊണ്ട് കുട്ടായി നിന്നെ സന്ദർശിച്ചിട്ട് പോയത് ക്രിസ്തുവാണ്. കുട്ടായി പറയാം, പിന്നീട് ഒരിക്കലും എൻ്റെ സ്ഥാപനത്തിൽ പണത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ, അവൻ പോലും അറിയാതെ ആര് സന്ദർശിച്ചവനെ ക്രിസ്തു സന്ദർശിച്ചു. നമ്മുടെയൊക്കെ വീട്ടിൽ ക്രിസ്തു സന്ദർശിക്കാൻ വന്നിട്ടുള്ള പല പല അവസരങ്ങളുണ്ട്. ക്രിസ്തുവിനെ കാണാൻ കിട്ടിയ അനേക അവസരങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? നമുക്കതൊക്കെ പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതാ ക്രിസ്തുവിലേക്കുള്ള യാത്ര, ആത്മീയതയിലേക്കുള്ള യാത്ര, രക്ഷകരിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള യാത്രയാണ്. നിങ്ങളുടെ ഇടയിലെ ഏറ്റവും ചെറിയതിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്കുള്ള യാത്രയാണ്. ഇനി അന്ത്യവിധിയെക്കുറിച്ച് ഒരു കാര്യം പറയട്ടെ. പ്രിയമുള്ളവർ, ഈ 2 കൂട്ടരുടെ പ്രത്യേകത എന്തായിരുന്നു? ഈ 2 കൂട്ടരോടും യേശു ക്രിസ്തു ഈ വാക്യം പറഞ്ഞപ്പോൾ 2 പേര് ചോദിച്ചു, അപ്പൊ ചെറിയവർക്ക് കൊടുക്കുമ്പോൾ യേശുവിനാണ്? 2 കൂട്ടരത് കേട്ടിട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പേപ്പർ 2 കൂട്ടർക്ക് അറിയാൻ വേണ്ട ക്വസ്റ്റ്യൻ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഈ വാക്യം എത്ര പ്രാവശ്യം കേട്ടിട്ടുണ്ട്? എത്ര പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്? ഇത് കേൾക്കാതെ ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട്? കൈപിടിക്കുക ആരുമില്ല. അനേക പ്രാവശ്യം കേട്ടു. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവർ, ഒരു പരീക്ഷ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിച്ച് കൊടുത്തും കുറെ പേർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കാതെ പരീക്ഷ ഇട്ടാൽ ആ പരീക്ഷ യഥാർത്ഥ പരീക്ഷയാണോ? നിങ്ങളൊരു 5 പേർക്ക് ഞാൻ മുഴുവൻ പേർക്ക് പരീക്ഷ ഇടാൻ പോകും. 5 പേർക്ക് ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസം
റൂമിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ക്വസ്റ്റ്യൻ ഇതൊക്കെ ആയിരിക്കും, ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പരീക്ഷ നീതിപൂർവമായ പരീക്ഷയാണോ? അല്ല. നമ്മൾ ക്രിസ്ത്യാനികളായ ഇത്രയും പേർക്ക് അന്ത്യന്യായവിധിയിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. കാരണം എന്താ? ഇത് നമുക്ക് ഇപ്പൊ തന്നെ പൊട്ടിച്ചു കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിധി എപ്പോഴാണ്? ഇപ്പോഴാണ്. ഇത് കേട്ട നിമിഷം നമ്മുടെ വിധി നടന്നു കഴിഞ്ഞു. നമ്മുടെ വിധി ഇപ്പൊ നടന്നു കഴിഞ്ഞു. എന്താണ്? ചെറിയവർക്ക് കൊടുത്തപ്പോ ആർക്കെ കൊടുത്തത്? യേശു. അങ്ങനെയാണെങ്കിൽ ഒരു ക്രിസ്ത്യാനി അവന്റെ അന്ത്യവിധി അവൻ വചനം കേൾക്കുന്ന നിമിഷം തന്നെയാണ്. ആ ദൈവവചനം കേൾക്കുമ്പോൾ അപ്പം തന്നെ. ചില പരീക്ഷകളില്ല അങ്ങനെ. 6 മാസം കഴിയുമ്പോൾ സെമസ്റ്റർ എക്സാം, അന്നേരം തന്നെ പരീക്ഷ ഇടുക, അന്നേരം തന്നെ റിസൾട്ട് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ തന്നെ വിധി. നമ്മളൊരു വചനം കേട്ട് ആ വചനം തിരസ്കരിക്കുമ്പോൾ തന്നെ നമ്മുടെ വിധി നടന്നു കഴിഞ്ഞു. അപ്പൊ സ്വർഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളത് അറിയാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? ഒരാവശ്യമില്ല. നമ്മൾ അവിടെ പോകുമെന്ന് നമുക്ക് തന്നെ നന്നായിട്ട്. ക്രിസ്തു പോലും നമ്മളെ വിധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ തന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മെ വിധിച്ചു. അതുകൊണ്ടാണ് ഒരിക്കലും അമേരിക്കയിലൊരു അച്ഛന് ആക്സിഡന്റ് പറ്റി, അച്ഛന് മരണം തന്നെ സംഭവിച്ചെന്ന് അച്ഛൻ പറയുക. അപ്പോൾ അച്ഛനെ കിട്ടിയ ഒരു മരിച്ച അച്ഛനെ ഇങ്ങനെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോവുകയാണ്, ഡെഡ് ബോഡി. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വെള്ളിലേക്ക് പൊങ്ങി ആരോ അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മാതാവാണ് അച്ഛനെ കൂട്ടിക്കൊണ്ടു പോയെന്ന് അച്ഛൻ പറയും. ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകുന്നൊരു ഭാഗം അച്ഛൻ പറഞ്ഞു. അച്ഛൻ താഴേക്ക് നോക്കുമ്പോൾ അച്ഛൻ്റെ ഡെഡ് ബോഡി താഴെ കിടക്കുന്നതായിട്ട് അച്ഛനെ കാണായിരുന്നു. ആളുകൾ ഇത് കൊണ്ടുപോകുന്നത് കാണായിരുന്നു. അതിനുശേഷം അച്ഛൻ പറയുകയാണ്, എന്നെ മാതാവ് ആദ്യം കൂട്ടിക്കൊണ്ടു പോയത് നരകം കാണിക്കാൻ വേണ്ടിയാണ്. നരകം കാണിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി പ്രിയമുള്ളവർ. അങ്ങനെ അച്ഛൻ അവിടെ ചെന്ന് നരകത്തിന്റെ വാതിപ്പിച്ചു. അപ്പോ മാതാവ് ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, ഇതാണ് ദൈവകൽപ്പനകൾ ലംഘിച്ച് സുവിശേഷം സ്വീകരിക്കാതെ കിടക്കുന്ന മനുഷ്യൻ ഇതിനകത്ത് കിടക്കുന്നത്. ഉടനെ അച്ഛൻ അതിനകത്തേക്ക് എത്തിവരുന്നു നോക്കി. എന്നിട്ട് അച്ഛന്റെ സാക്ഷി ഇതാണ്, ഞാൻ പ്രതീക്ഷിക്കാത്ത പലരും അതിനകത്തുണ്ടായിരുന്നു. അപ്പൊ ആരൊക്കെയാണ്? ഞാൻ പ്രതീക്ഷിക്കുക. അച്ഛനോർത്ത് ഇവിടെ ബിഷപ്പൊക്കെ മേളിൽ ഇരിപ്പുണ്ടെന്ന്. നേരാണ്. പ്രതീക്ഷിക്കാത്ത പലരും എന്ത് ചെയ്യണം? കൂടെയുള്ള അച്ഛന്മാര്, അതുപോലെ ചില ബിഷപ്പുമാര്, ചില അൽമായര്, മൊത്തത്തില് കമ്മിറ്റിക്കാര്, ട്രസ്റ്റി, പലരും കിടപ്പുണ്ട്. പല ആളുകളും പ്രതീക്ഷിക്കാത്ത പലരും ഇതിനകത്തുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ പോലും അറിയാതെ നമ്മളൊക്കെ ഒരു നരകം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാനിങ്ങനെ ചിന്തിച്ചത്, പാസ്റ്റനൊക്കെ പറഞ്ഞല്ലോ, ഓരോ ചെറിയൊരു കാര്യങ്ങളൊക്കെ അബദ്ധത്തിൽ ചെയ്യുന്നതൊക്കെ അവസാനം എന്തെങ്കിലുമൊക്കെ ആയിത്തീരുക, ദൈവം അങ്ങനെ ആക്കി തീരും. അങ്ങനെ ഞാനിങ്ങനെ ഇതോടെ ഇങ്ങനെ മുന്നോട്ട് പോകണം. ഓരോ വാക്ക് പിഴയ്ക്കുന്നതും അബദ്ധം പറ്റുന്നതുമാണ് ചിലപ്പോൾ പിന്നീട് വലിയ സംഭവമായിട്ട് മാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 6 മാസം പറഞ്ഞ് മുങ്ങി രക്ഷപ്പെടുന്നത്. കാരണം എന്താണ്? മക്കളില്ലാത്ത ആളാണ്. അവരോട് എന്നാ പറഞ്ഞിട്ടുള്ളൂ? ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായില്ലെങ്കിൽ നാണക്കേടായി, സഭയ്ക്ക് നാണക്കേടായി. അതുകൊണ്ട് ഞാൻ 6 മാസം പറഞ്ഞ് പോകുന്നത്. പ്രിയമുള്ളവരെ, അത് ദൈവത്തിന്റെ വാക്കാക്കിയത് ദൈവം എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ പല പല അബദ്ധങ്ങളും കാണിച്ച് ഞാനിങ്ങനെ നടക്കും. അവസാനം ഓരോരുത്തരും പ്രസംഗിക്കുമ്പോൾ ഈ ജോഷേച്ചനൊക്കെ പ്രസംഗിക്കുമ്പോൾ എനിക്ക് നാണായിപ്പോയി പറയുമ്പോൾ. കാരണം ഞാൻ ചെയ്ത കാര്യങ്ങളൊന്നും ദൈവം സത്യത്തില് ചെയ്തിട്ടുള്ള കാര്യം. ഞാനിതിന്റെ ശുശ്രൂഷനായിട്ട് ഇങ്ങനെയൊക്കെ നിന്നങ്ങ് പോകുന്നുള്ളൂ. കർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനിതിന്റെ സാക്ഷിയായിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഈ അടുത്ത കാലത്ത് ഈ മരിക്കാറാകുന്ന രോഗികൾ, അപ്പൊ പണ്ട് 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്താണ് മദർ തെരേസയെ കുറിച്ചുള്ള ഒരു അധ്യായം. ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് കൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും അത് വായിച്ചിങ്ങനെ കേട്ടപ്പോൾ മദർ തെരേസയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇങ്ങനെയാണ്: ഒരു രോഗിയായിരിക്കുന്ന ഒരാളുടെ അടുത്ത് കുനിഞ്ഞ് ഇങ്ങനെ രോഗിയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴാണ് ആരോ അധികാരികൾ കയറി വരുന്നു. മദർ തെരേസയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ കാഴ്ച കണ്ട് ആള് മനസ്സന്തരപ്പെട്ട സംഭവങ്ങളാണ് അതിനകത്തുള്ളത്. അങ്ങനെയാണ് മദർ തെരേസയെ കുറിച്ച് അതിനകത്ത് പറയുന്നത്. അപ്പൊ എന്തായാലും പ്രിയമുള്ളവരെ, ഞാനിത് വായിച്ചത് എൻ്റെ മനസ്സിലിങ്ങനെ അറിയാതെ കയറിപ്പോയതുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, മരിക്കാൻ കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാവണം.
അങ്ങനെ കുറേ നാളൊക്കെ ഇങ്ങനെ പിന്നിട്ട് അങ്ങനെ അവസാനം ഒരു പാലിയേറ്റീവ് ശുശ്രൂഷ ആരംഭിച്ചു. അതൊക്കെ വളരെ യാദൃച്ഛികമായിട്ട് കൈപ്പഴവ് കൊണ്ട് സംഭവിച്ചു പോയതാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടായതൊക്കെ അങ്ങനെ എല്ലാം കൈപ്പഴയാണ്. ഒരിക്കലും രോഗികളെ ഇങ്ങനെ ശുശ്രൂഷിച്ച് പോകാനായിട്ട് ഇടയായിത്തീർന്ന സംഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. ഒരിക്കലൊരു സ്ത്രീ വന്ന് എന്നോട് പറഞ്ഞു, പുത്തൻകുരിശ് ഞാൻ പുത്തൻകുരിശിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് പൂത്തോട്ടിയിലെ ഒരു ചമ്മാശൻ്റെ പട്ടം പുത്തൻകുരിശ് വെച്ചാൽ. അത് കഴിഞ്ഞ് ഞാൻ അവിടെ അച്ഛനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു നേഴ്സ് വന്ന അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഇന്നലെ പത്രം വായിച്ചു. ഞാൻ വായിച്ചു. എൻ്റെ അച്ഛൻ അതിനകത്തൊരു സംഭവം കണ്ടോ? എന്താണ്? ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ കണ്ടായിരുന്നു. കോഴിക്കോട് മുസ്ലിങ്ങളാണ് സത്യത്തിൽ അത് ആരംഭിച്ചത്, പാലിയേറ്റീവ് ശുശ്രൂഷ. അവിടെ ഭയങ്കര സക്സസ് ആയി. ഞാൻ പറഞ്ഞു, ശരി, അത് നല്ല ശുശ്രൂഷയാണ്. സത്യത്തിൽ നമ്മൾ സഭയിലെ വൈദികരൊക്കെ ചെയ്യേണ്ട ശുശ്രൂഷയാണ്, സഭ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. രോഗികളെ, അടുത്തുള്ള ആളുകൾ, ആരോഗ്യമുള്ള ഒരു രോഗിയെ പോയി അത്യാവശ്യം ചെയ്യാവുന്ന ശുശ്രൂഷ ചെയ്തേച്ച് പോരുന്ന ഒരു പരിപാടിയാണ്. അത് ഗ്രൂപ്പായിട്ട് അവരങ്ങനെ ചെയ്യുക. അപ്പോൾ ഒരാൾക്ക് 2 രോഗികളാണ്. എല്ലാ ദിവസവും വൈകുന്നേരം രോഗിയെ പോയി കാണുക, തൻ്റെ ആരോഗ്യം ഉപയോഗിച്ച് ശുശ്രൂഷിക്കുക, തിരിച്ചു പോരുക. ഇതാണ് പരിപാടി. അപ്പോൾ ഞാൻ പറയുന്നത് നല്ല പരിപാടിയാണ്. ഉടനെ ഈ സ്ത്രീ എന്നോട് ചോദിച്ചു, നമുക്ക് ഒരെണ്ണം തുടങ്ങിയാൽ എന്ത് കേസ് കണ്ട് കയറിയാലും ഞാൻ കയറി പിടിക്കും. ഞാൻ പറഞ്ഞു, അതിനാ തുടങ്ങിയാലോ. ഇതിൻ്റെ വരുമ്പരാഴിയൊക്കെ പുറത്തേക്ക് പിറ്റേ ദിവസം തന്നെ മീറ്റിംഗൊക്കെ കൂടി രോഗികളെയൊക്കെ കാണാനായിട്ടുള്ള സർവേ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് നല്ല ആവേശമായിരുന്നു. മീറ്റിംഗൊക്കെ ഞാൻ പറഞ്ഞു, നമുക്ക് 10-60 വോളണ്ടിയേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടെ പല പ്രദേശങ്ങളിലേക്ക് പോകണം. എത്ര കിടപ്പ് രോഗിയുണ്ടെന്ന് ആദ്യം നമുക്ക് നോക്കണം. ഒറ്റ പഞ്ചായത്തിൽ മാത്രം, പ്രിയമുള്ളവരെ, 160-ലധികം കിടപ്പ് രോഗികൾ കിടക്കുന്നു ഒരു പഞ്ചായത്തിൽ. സർവേ ഒക്കെ എടുത്ത് തിരിച്ചു വന്ന് അടുത്ത മീറ്റിംഗ് അവർ സർവേ പ്രസന്റ് ചെയ്തു. ഇന്നപോലെ ഞങ്ങൾ ഇന്നടത്തൊക്കെ ചെല്ലുമ്പോൾ ഞാൻ മീറ്റിംഗ്. പ്രിയമുള്ളവരെ, സർവേ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അന്ന് രാത്രി ക്യാൻസർ രോഗത്തിന്റെ വേദന സഹിക്കാൻ മേലാതെ ഒരു രോഗി തൻ്റെ വീടിന്റെ ഉത്തരത്തെ കെട്ടിത്തൂങ്ങി മരിച്ചു. വേദന സഹിക്കാൻ. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് വന്ന വോളണ്ടിയർ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ സർവേ എടുക്കാൻ പോയ വീട്ടിൽ രോഗി വേദനിച്ചിട്ട് പിടഞ്ഞു മരിക്കുക, അയാൾ സഹിക്കാൻ പറ്റാതെ തൂങ്ങിച്ചാൽ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതൊരു തമാശയല്ല, നമുക്ക് എത്രയും പെട്ടെന്ന് ശുശ്രൂഷ. അങ്ങനെ ഏകദേശം, പ്രിയമുള്ളവരെ, ഒരു 150-200-250 രോഗിയുടെ വീടുകളിൽ നമ്മൾ നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് പുതിയ പ്രശ്നങ്ങൾ. കൊണ്ടുപോകാൻ വാഹനമില്ല, കൊടുക്കാൻ മരുന്നില്ല. നമ്മുടെ ഇന്നും സാരമില്ല കേട്ടോ, ഞങ്ങളെല്ലാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു കൊച്ചു വാഹനം ഉണ്ടാകും. അപ്പൊ ഞാൻ ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനെ വിളിച്ച്, ഫോണിൽ വിളിച്ച്, ഞാൻ വിളിക്കുന്നത് ദുബായിൽ ചെന്നിരുന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനാണ് ദുബായിലാണ് അച്ഛനായിട്ട്. ആ അച്ഛൻ്റെ ഫോണിൽ നിന്ന് ഞാൻ മുറി മാറിയിരുന്നുകൊണ്ട് ബാംഗ്ലൂരുള്ള അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, നിങ്ങളുടെ ഏതെങ്കിലും റോട്ടറി ക്ലബ്ബോ ഏതെങ്കിലും ക്ലബ്ബിൽ ഒരു വണ്ടി ചെറുത് നമുക്ക് സ്പോൺസർ ചെയ്ത് കിട്ടാൻ വല്ല മാർഗം. അച്ഛൻ പറഞ്ഞു, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൂടെ പഠിച്ച റജി അച്ഛൻ എന്ന് പറയുന്ന നമ്മുടെ ജോഷി അച്ഛൻ്റെ ഒക്കെ നാട്ടുകാരനാണ്. അച്ഛൻ അപ്പുറത്തെ മുറിയിൽ നിന്ന് കേട്ടു. ഞാൻ അടുത്ത ക്ലാസ്സിൽ പ്രസംഗിക്കാനായിട്ട് പള്ളിയിലോട്ട് കയറി ചെന്നപ്പോൾ, ദുബായ് പള്ളിയിലോട്ട് പ്രസംഗിക്കാൻ കയറി ചെന്നപ്പോൾ, പ്രിയമുള്ളവരെ, അച്ഛൻ അവിടെ അനൗൺസ് ചെയ്തു, ഇതാ നമ്മുടെ ഈ അച്ഛൻ ഒരു ശുശ്രൂഷ ആരംഭിച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷയ്ക്ക് ഒരു കൊച്ചു, ഞാനിങ്ങനത്തെ കാര്യങ്ങളൊന്നും സാധാരണ പള്ളികളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ആവശ്യങ്ങളൊന്നും പറയത്തില്ല. എനിക്ക് അത് ഈ ശുശ്രൂഷ സുവിശേഷ ശുശ്രൂഷ, അത് ശുശ്രൂഷ. അത് കഴിഞ്ഞു ഇത് പറഞ്ഞ ഉടനെ, പ്രിയമുള്ളവരെ, അന്ന് സാമ്പത്തിക മാന്ദ്യം നടക്കുമ്പോഴുള്ള സമയം, സാമ്പത്തിക മാന്ദ്യം പ്രതിസന്ധിയുള്ള സമയത്ത് തന്നെ ഒരു കൊച്ച് വാഹനത്തിലുള്ള പൈസ അന്നേരം തന്നെ കളക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന ഉടനെ പിറ്റേ ദിവസം രാവിലെ പോയി ആംബുലൻസ് ബുക്ക് ചെയ്തു. ആംബുലൻസ് വന്നത് രാത്രിയായപ്പോൾ വന്ന് പറഞ്ഞാൽ, ഞാൻ അയലോക്കത്തുള്ള ചെറിയാൻകോട്ടയിൽ അച്ഛൻ പറഞ്ഞാൽ ആക്സിഡന്റിൽ ഈ അടുത്ത മരിച്ചു, നല്ല അച്ഛനും. അച്ഛനെ വിളിച്ചു വരുത്തി. അച്ഛൻ വന്നപ്പോൾ കറണ്ട് പോയി. ഉടനെ അച്ഛൻ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് നാളെ രാവിലെ ആളുകളെല്ലാം വിളിച്ചു കൂട്ടി നമുക്കൊരു നല്ല ഫംഗ്ഷൻ ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട, ആംബുലൻസ് അല്ലേ, തമാശയായിട്ട് ആംബുലൻസ് അല്ലേ, എപ്പോഴും അത്യാവശ്യം വരും, രാത്രിയിൽ എങ്ങനെ അത്യാവശ്യം ഉണ്ടെങ്കിൽ കുതാശ ചെയ്യാതെ കുടിക്കണ്ടേ, കുതാശ ചെയ്തേക്കാം. ഒപ്പം തന്നെ കുതാശ. രാവിലെ ആയപ്പോൾ ഞാൻ ത്രില്ലിലായി. ഞാൻ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ പുറത്തോട്ടിറങ്ങി ആംബുലൻസ് എടുത്ത് ലൈറ്റൊക്കെ വന്നിട്ട് ഒന്ന് ഓണൊക്കെ അടിച്ച് പതുക്കെ വണ്ടിയൊക്കെ എടുത്ത് കവലയ്ക്കൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വണ്ടി കൊണ്ട് ഷെഡിലിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയമുള്ളവർ ഒരു ചെറുപ്പക്കാരൻ ഓടി വരുന്നു.
എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛ, നമ്മുടെ പള്ളിയുടെ തൊട്ട് വാതിക്കൽ ഒരു വണ്ടി ഇടിച്ച് 2 പേര് പെടഞ്ഞ് കിടക്കുകയാണ്, നമുക്ക് വണ്ടി വേണം. ഞാൻ തീയെടുത്ത് കൊടുത്തു. ബ്ലഡ് കണ്ടേച്ച് വന്ന ചെറുപ്പക്കാരൻ വിറയ്ക്കുന്നു. അപ്പോൾ ഞാൻ പറയാം ഇറങ്ങാൻ പറഞ്ഞു. ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പ്രിയമുള്ളവരെ നേരെ അവിടെ ചെന്നപ്പോൾ ഒരാൾ വണ്ടി കടിയിലിരിക്കുക, ടയറിൽ. ഒരാൾ തെറിച്ചു. 2 പേരെ വലിച്ചിറക്കി വണ്ടിയെ കയറ്റി. ഒരാളെ വണ്ടിയെ കിടത്തി, മറ്റേ ആളെ കുത്തിച്ചാരി സൈഡിലിരുത്തി. ഒരാൾക്കുള്ള സാധ്യതയുള്ളൂ. പോകുന്ന വഴിയിൽ ഒരാൾ മരിച്ചു, ഒരാൾ രക്ഷപ്പെട്ടു. അവിടെ ചെന്ന് പ്രിയമുള്ളവർ, അങ്ങനെയായിരുന്നു ഈ ശുശ്രൂഷയുടെ ആരംഭം. ഇത് ഞാൻ ഓടിച്ചു മെഡിക്കൽ കോളേജിൽ ചെന്നു. മെഡിക്കൽ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയമുള്ളവർ പാലി ഷർട്ട് ഇട്ടാണ് ഞാൻ ചെന്നത്. പുത്തൻ വണ്ടിയാണ്. ഇത് ഊരിയെടുക്കാൻ നമുക്കറിയാൻ പറ്റും. ഉടനെ അവിടുത്തെ ഒരു നേഴ്സിംഗ് കൊണ്ട് ഇറങ്ങി. നമുക്കറിയാം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സുമാരെന്ന് പറഞ്ഞ അവിടെ സ്വഭാവം. അവരിങ്ങോട്ട് ഇറങ്ങി വന്ന ചാളുകൾ ഇങ്ങോട്ട് ഊരാൻ പറഞ്ഞു. ഉടനെ അവർ വലിച്ചിട്ട് പോരുന്നില്ല, പ്ലാസ്റ്റിക് കവറിങ് പോലും എടുത്തിട്ടില്ല. ഉടനെ ആ നേഴ്സ് പറഞ്ഞു, ആ ഡ്രൈവറോട് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞത് ഞങ്ങളുടെ അച്ഛനാണ്. അതൊരു പിന്നെ അവരൊന്നും വേണ്ടിയില്ല. പിന്നെ എല്ലാവരും കൂലിയെടുത്ത് ഞാൻ വണ്ടി ഇച്ചിരി ഞങ്ങൾ സൈഡിലേക്ക് മാറ്റി. ഉടനെ എൻ്റെ കൂടെ വന്ന ചേട്ടന്മാർക്ക് ശവമൊക്കെ കണ്ടു കഴിഞ്ഞ് പേടിയായി. അവർ പതുക്കെ പമ്മി എൻ്റെ പുറകെ ആംബുലൻസ് എടുക്കും. ഉടനെ നേഴ്സ് പറഞ്ഞു, ആഹാ, നിങ്ങൾ ശവം കൊണ്ടിട്ട് പോവുക, ഇവിടെ നിൽക്കാൻ പറഞ്ഞു, പോലീസ് വട്ടു. അവരും തുറക്കാൻ. അപ്പം ഞാൻ അറിയിച്ചു, ഞാൻ ഈ നേഴ്സിനോട്, ഞങ്ങൾക്ക് ഈ പുതിയോഗത്തിലൊക്കെ പറഞ്ഞ് നല്ല പരിചയമുണ്ട്, നേഴ്സിനോട് ഞാൻ 2 വർത്തമാനം പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെന്നെ പേടിപ്പിക്കുക, എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കാലെടുത്ത് കൊടുത്ത് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാൽ മതി, ഇപ്പൊ തൽക്കാലം ഈ ബോഡി ഇവിടെ ഇടുക, ഇട്ടിട്ട് കേസോ പക്കാരോ എടുക്കുകയാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം, നിങ്ങളുടെ പരിപാടി പോയി നോക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെടുമ്പോഴാണ് പ്രിയമുള്ളൊരു പത്രക്കാരൻ എന്നാ വിഷയം. അപ്പൊ ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഞങ്ങളിങ്ങനെ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയാണ്, പാലിയേറ്റീവ് ശുശ്രൂഷയാണ് എന്നൊക്കെ പറഞ്ഞു. പ്രിയമുള്ളവരെ, വൈകുന്നേരമായപ്പോൾ ഒരുപാട് പത്രക്കാരൻ അച്ഛൻ ആംബുലൻസിൽ രോഗിയെ കൊണ്ടുവന്ന് ആംബുലൻസ്. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി പിടിച്ചിരുന്ന് അവിടെ അനുഭവിച്ചു. ആംബുലൻസിൽ ഇരുന്നൊരു ഫോട്ടോ എടുത്തരാ. അത്രയും നാൾ വരെ നമ്മളിങ്ങനെ ഫോട്ടോ പത്രത്തിൽ ഇടുന്ന പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് ഇച്ചിരി ധ്യാനമൊക്കെ നടത്തി ഇച്ചിരി തട്ടുകേട് കിട്ടിയിട്ടിരിക്കുന്ന സമയം ആളുകളൊക്കെ പറയാൻ തുടങ്ങി. ആളുകളല്ല, അച്ഛന്മാരൊക്കെ, നമ്മുടെ കൂടെയുള്ള അച്ഛന്മാരൊക്കെ പറയാൻ തുടങ്ങി. പുള്ളി മിക്കവാറും സഭയിലെ ആളുകൾ മുഴുവൻ ബന്ധുക്കോസി കൊണ്ടെത്തിക്കും, ഇങ്ങനെയുള്ള പോക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലം. അന്നത്തെ കാലത്ത് ഈ ധ്യാനം ആരും അക്സെപ്റ്റ് ചെയ്യത്തില്ല. ആളുകളൊക്കെ വരുന്നുണ്ട്, യാട്ടിടയന്മാരെ പോലെയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരുമാതിരി നല്ല വീട്ടിലെ കൊള്ളാവുന്ന ഒറ്റ മനുഷ്യൻ സുവിശേഷം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നല്ല പേര് നോക്കും. എനിക്ക് ഞാനൊരു അപ്പച്ചനോട്, നല്ല കുടുംബത്തിൽ പറഞ്ഞ ഒരു അപ്പച്ചനോട് ഒരിക്കൽ പറഞ്ഞു, തോത്തുട്ടിച്ചാപ്പൻ്റെ അച്ഛത്തിന് മുമ്പ് പിന്നെ അച്ചായ സമയം കിട്ടുമ്പോൾ ഒരു ധ്യാനത്തിന് എപ്പോഴാണെന്ന് പറഞ്ഞു. ഉടനെ അച്ചായനോട് പറഞ്ഞു, അച്ഛനോട് പിണക്കുള്ളതുകൊണ്ടല്ല, തൂത്തുട്ടിച്ചാപ്പിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കടബാധ്യത വന്ന് പൊട്ടിയവൻ, ഇല്ല കള്ളുകൂടി മാറ്റാനുള്ളവൻ, ഇല്ലെങ്കിൽ കുടുംബജീവിതം തകർന്നവൻ, ഭാര്യ ഭർത്താവ് നമ്മൾ അടി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരികിട കേസ് കിട്ടും. ഇതുള്ളവർ മാത്രമേ സാധാരണ തൂത്തുട്ടി പോകത്തുള്ളൂ. അതുകൊണ്ട് ഞാനെങ്ങനെ തൂത്തുട്ടി വന്നാൽ എനിക്ക് എന്തെങ്കിലും ഗതികേട് പറ്റിയതെന്ന് ആളുകൾ വിചാരിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അച്ചോട് പണക്കുള്ളൂ. ഇതാണ് തൂത്തുട്ടി ചാപ്പൻ്റെ അന്നത്തെ അവസ്ഥ. പ്രിയമുള്ളവരെ, അപ്പോഴാണ് ഇങ്ങനെയൊരു അവസരം കിട്ടിയത്. അപ്പം ഞാൻ ആംബുലൻസിലൊക്കെ കയറി സ്റ്റൈലായിട്ട് മലയാള പത്രത്തിൻ്റെ പ്രിയമുള്ളവരെ ഒരു 3 പേജിനും നിറച്ച് കാര്യമായ വാർത്തകൾ ഇതിനെക്കുറിച്ചാണ്. അനേകം ആളുകൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ ശുശ്രൂഷ എസ്റ്റാബ്ലിഷ്. അങ്ങനെയാണ് ഈ പാലിയേറ്റീവ് ശുശ്രൂഷ. അതിനുശേഷം പ്രിയമുള്ളവർ, എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു രോഗിക്ക് കിടക്കാനായിട്ട്. അതിന് വേറെ സംഭവമുണ്ട്. ഒരിക്കൽ ഞാൻ വീട്ടിലേക്ക് കയറിച്ച്, നമ്മുടെ നേഴ്സുമാർ അവർ കണിയാൻ്റെ വീടായിരുന്നു. അപ്പോൾ കണിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇച്ചിരി ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് നേരെ ആദ്യം പോയ ആളുടെ സ്കൂട്ടർ മറിയാൻ കാരണം വഴിക്കകത്ത് കുഴിയുണ്ട്, ഇങ്ങനെ ചെഞ്ഞാണ് അവിടെ. പക്ഷെ അവർ പറയുന്നത് ഇത് കണിയാൻ്റെ വീട്ടിൽ പോയതുകൊണ്ടാണ്. അതുകൊണ്ട് ഇത് ആംബുലൻസ് കയറുമ്പോൾ ഇത്രയുള്ള സോക്കോട്ടി പോലത്തെ ആംബുലൻസ് അത് നേരെ ചെന്നെന്ത് ചെയ്യും, അതൊന്നും പറഞ്ഞു. ഉടനെ ഒരു ചേട്ടൻ തള്ളി പിടിച്ച് ഉടനെ പറഞ്ഞു, ഇനി തിരുമേനി വരാതെ. അന്ന് ഞാൻ ബിഷപ്പാണ്. പിതാവ് വന്ന് പ്രാർത്ഥിക്കാതെ ഞങ്ങൾ ഇനി ആ വീട്ടിലോട്ട് കയറി. അങ്ങനെ ഞാൻ സ്ലീവായി ഒക്കെ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറാൻ വഴിയില്ല. ഒരു തരത്തിൽ എൻ്റെ വണ്ടി വലിയ വണ്ടിയൊക്കെ ആയതുകൊണ്ട് പ്രിയമുള്ള മറിഞ്ഞൊന്നും പോകത്തില്ല. എന്തായാലും ഞാൻ അവിടെ ചെന്നു.
അകത്ത് കയറി നോക്കുമ്പോൾ കാണുന്നത് ടെറസിൻ്റെ വീടിന് മേളിൽ. ടെറസ് താഴെ പോയി. അടുക്കളയുടെ ഒരിടത്തും ടെറസില്ല, ഭിത്തി മാത്രമേ. അതിനകത്തൊരു പ്ലാസ്റ്റിക് വിരിച്ച് അതിനകത്ത് ഒരു കിടപ്പ് രോഗി ചെറുപ്പക്കാരൻ, 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നു. ഒരു തള്ള 85 വയസ്സുള്ളത് സൈഡിലിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു മേളെത്തി, അത് പോയി. അത് പോയിട്ട് 2 വർഷം. ഞാൻ ചോദിച്ചു ഭക്ഷണം ഇയാൾ എഴുന്നേക്കില്ല. അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിനടുത്തുള്ള സിസ്റ്റേഴ്സ് നടത്തുന്ന സെന്റ് ജോസഫ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ക്യാൻസർ രോഗികൾ മാത്രം എടുക്കുന്നു. അവിടെ വിളിച്ചു പിതാവ് പറഞ്ഞതുകൊണ്ട് ഞാൻ എടുത്തേക്കാം. അങ്ങനെ എടുത്തു. ഇയാൾക്ക് മാനസിക രോഗമുണ്ട്, തളർന്നു കിടക്കും. അതിനുശേഷം പ്രിയമുള്ളവര്, ഞാൻ കോതമംഗലത്തൊരു സ്ഥലത്ത് ഇതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫോണിലേക്ക് തുരിതുരാന്ന് ഫോൺ വന്നുകൊണ്ടിരിക്കും. ഞാൻ പെട്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചു. ഒരു 3 മണിക്കൂറിന് ശേഷം ക്ലാസ് എടുത്തിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ വിളിച്ചിരിക്കുന്നത് എൻ്റെ സ്ഥലത്ത് നിന്ന്. ഞാൻ തിരിച്ചു വിളിച്ച് ചോദിച്ചു എന്ത് പറ്റി. അങ്ങനെ പറഞ്ഞ് ഇന്നലെ രാവിലെ സെന്റ് ജോസഫിൽ നിന്ന് കോളുണ്ടായിരുന്നു. നമ്മൾ അങ്ങോട്ട് വിട്ട ചെറുപ്പക്കാരൻ മാനസിക രോഗിയാണ്. സിസ്റ്റർമാർ കുളിപ്പിച്ചെല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ അവർ തെറി പറയുക, അവരെ കഴിഞ്ഞ ദിവസം അങ്ങനെ തല്ലുകയൊക്കെ ചെയ്തു, ഭക്ഷണം വലിച്ചെറിയുക. ഇങ്ങനത്തെ മാനസിക രോഗികൾ അവിടെ കിടത്തുകയാണ്. മറ്റു രോഗികൾക്ക് അസ്വസ്ഥത. അതുകൊണ്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വണ്ടിയെ കയറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ മാനസിക രോഗികൾ എടുക്കും, പക്ഷെ കിടപ്പ് രോഗി എടുക്കുകയാണ്. അപ്പൊ നമുക്ക് സ്ഥാപനമില്ല. ഇനി എന്ത് ചെയ്യും? ഞങ്ങളതുകൊണ്ട് രാവിലെ തിരുമേനി ഒന്ന് വിളിച്ചതാണ്. അപ്പോൾ തിരുമേനി ഫോൺ കട്ട് ചെയ്തു. അതുകൊണ്ട് തീരുമാനം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ വഴി കിടക്കുക 3 മണിക്കൂർ ഒരു രോഗിയായിട്ട്. അപ്പൊ പ്രിയമുള്ളവരെ, ഞാൻ ആ അപ്പുറം തിരുമേനി താമസിക്കുന്ന കോതമംഗലത്തല്ല, അടിമാലി അരമനയുടെ വാതുക്കൽ കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വലിയ മലകൾ കാണും. ഞാനിങ്ങനെ ഫോണൊക്കെ കൈ പിടിച്ചുകൊണ്ട് ഈ മലകളുടെ അടുത്തോട്ടൊന്ന് പോയി കുറേ മാറി. ഈ രോഗിയെ നമുക്ക് സ്വന്തം സ്ഥാപനത്തിൽ കൊണ്ട് കിടത്താൻ പറ്റില്ല. അരമനക്കകത്ത് ആകപ്പാടെ 2 മുറിയുണ്ട്. അതിനകത്ത് രോഗിയെ കിടത്താൻ പറ്റുകയില്ല. പിന്നെ അയാൾ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അവിടെ വന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ രോഗികളെ താമസിപ്പിക്കാൻ ഒരിടം ഉണ്ടാവും. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് ദൈവം അതിനൊരു മാർഗത്വം. അങ്ങനെ സ്ഥാപനമൊക്കെ ഉണ്ടാക്കി. പ്രിയമുള്ളവർ, 1-2 കോടി രൂപ മുടക്കി സ്ഥാപനമൊക്കെ ഉണ്ടാക്കി, കെട്ടിടമൊക്കെ ഉണ്ടാക്കി, റെഡിയാക്കി, നേഴ്സുമാരെയൊക്കെ അപ്പോയിന്റ് ചെയ്ത്. അപ്പം ഞാൻ ബിഷപ്പൊക്കെ ആയി, പിന്നെ കുറച്ചൊക്കെ മെച്ചമായി. അപ്പം എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് രോഗിക്ക് വേണ്ടി ചെയ്തിട്ട് ഒറ്റ രോഗിയെ പോയി കിട്ടാനില്ല. ഞങ്ങൾ ഫോൺ വിളിച്ചു, ഒരു രോഗി തരാമോ? ആരും തിരിയും, രോഗിയില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി, ആടുകളെ കിട്ടണമെങ്കിൽ ഞാൻ രാവിലെ പറഞ്ഞ കാര്യം, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എങ്കിൽ എൻ്റെ ആടുകളെ തരാം. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് ഒരു കാര്യമില്ല, നീ ഇതിനകത്ത് പറ്റിയ ആടുകളെ തരണം. ആദ്യം വരുന്ന മനുഷ്യനെ കണ്ട് അന്ന് പ്രിയമുള്ളവരെ ഞാൻ മനസ്സിലാക്കി